നമസ്കാരം. ആ എൻ്റെ സദസ്സും ആ സ്റ്റേജിലേക്ക് തന്നെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ എമിലി ബ്ലാക്ക് മാർക്ക് ഫെല്ലറുമായി സ്റ്റേജിൽ നിന്ന് താഴേക്കിറങ്ങി. മുഴുവൻ ആളുകളും കൈയടിച്ച് അവരെ അങ്ങനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അവർ രണ്ടുപേരും നടന്ന് സ്റ്റേജിന് താഴെയുള്ള ഏറ്റവും മുൻഭാഗത്തുള്ള ഒരു ടേബിളിന് അടുത്തേക്ക് വന്നു. ബ്ലാക്ക് കുടുംബത്തിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്നതാണ് ആ ടേബിൾ. അവിടെ മാർക്കും എമിലിയും ഇരിക്കുമ്പോൾ ആ ടേബിളിന് ചുറ്റുമായി വേറെ ചില ആളുകളുണ്ട്. അതിൽ ലേശ പ്രായമുള്ള ഒരാൾ പുഞ്ചിരിയോടുകൂടി എമിലിയോട് ചോദിച്ചു, ഹേയ് എമിലി, എന്താ ഇത്, ഒരു പരിചയമില്ലാത്ത ഒരാളെ വലിയ സംഭവമായിട്ടൊക്കെ അവതരിപ്പിക്കുന്നത്? ആ ചോദ്യം എമിലിയോട് ചോദിച്ചത് ചിൽടൗണിൽ നിന്നുള്ള റിച്ചാർഡ് ഊ ആണ്. റിച്ചാർഡ് ഊ ചിൽടൗണിലെ ആർമി ക്യാമ്പിലെ മുൻ കമാൻഡിംഗ് ഓഫീസറാണ്. ശരിക്കും ആളുകൾ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഊ എന്ന് പറയുന്നത്. ഊവിന്റെ ചോദ്യം കേട്ടതും എമിലി ചിരിച്ചുകൊണ്ട് ഊവിനോട് പറഞ്ഞു, അങ്കിൾ പറഞ്ഞത് ശരിയാണ്. മാർക്കിന് ഇപ്പോ എടുത്തു കാണിക്കാൻ സമ്പത്തോ പൊസിഷനോ ഒന്നുമില്ല. പക്ഷേ മാർക്കിന്റെ കഴിവുകൾ, മാർക്കിന്റെ ശക്തി, ഇവ അങ്കിളി പറഞ്ഞ എല്ലാത്തിനെയും കവച്ചു വെക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ഹേയ് എമിലി, എന്താ ഈ പറയുന്നത്? ശക്തിയും കഴിവോ? ആര്, ഇവനെന്തോ കഴിവായിരിക്കുന്നത്? അങ്ങനെ മാർക്കിനെ നോക്കി വീണ്ടും അങ്കിൾ ഊ പറഞ്ഞതും മാർക്ക് ആ മനുഷ്യനെ ഒന്ന് നോക്കി. മനഃപൂർവ്വം തന്നെ കളിയാക്കാനായി അയാൾ ഒരു കാരണം കണ്ടുപിടിക്കുന്നതാണെന്ന് മാർക്കിന് മനസ്സിലായത് കൊണ്ട് തന്നെ മാർക്ക് അയാളൊന്ന് സൂക്ഷിച്ചു നോക്കിയായിരുന്നു. അപ്പോഴാണ് മാർക്കിന്റെ കണ്ണിൽ ആ കാഴ്ചപ്പെടുന്നത്. തൻ്റെ എതിരെ ഇരിക്കുന്ന ആ അങ്കിൾ ഊ എന്ന് വിളിക്കപ്പെടുന്ന ആളിൻ്റെ ഹാർട്ടിനകത്തുനിന്ന് ഒരു ചെറിയ പുക പതുക്കെ പതുക്കെ വ്യാപിക്കുകയാണ്. സാധാരണഗതിയിൽ വേറൊരാൾക്കും ആ കാഴ്ച കാണാൻ കഴിയത്തില്ല. പക്ഷേ ഇവിടെ മാർക്കിന് ആ കാഴ്ച കാണാൻ പറ്റുന്നുണ്ട്. ഒരു കറുത്ത ഗ്യാസ് അങ്കിൾ ഊവിൻ്റെ ആ ഹാർട്ടിൽ അങ്ങനെ വ്യാപിച്ചു വരികയാണ്. അങ്കിൾ ഊവിൻ്റെ ബോഡിയിൽ സ്പർശിക്കാതെ, അയാളെ പരിശോധിക്കാതെ ആ കാഴ്ച മാർക്കിന് കാണാൻ പറ്റുന്നുണ്ട്. ചിരിച്ചുകൊണ്ട് മാർക്ക് ആ മനുഷ്യനോട് ചോദിച്ചു, അങ്കിൾ ഊ, ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് അങ്കിളിന് നെഞ്ചുവേദന വല്ലതും വന്നിരുന്നു? മാർക്കിന്റെ പെട്ടെന്നുള്ള ആ ചോദ്യം കേട്ടപ്പോൾ അങ്കിൾ ഊ എന്ന് വിളിക്കപ്പെടുന്ന മനുഷ്യൻ ലേശം അമ്പരപ്പോടെ മാർക്കിനെ നോക്കിയിട്ട് ചിരിച്ചുകൊണ്ട് മാർക്കിനോടും എമിലിയോടായി പറഞ്ഞു, ഹേയ്, എനിക്കൊരു വേദനയില്ല, ഞാൻ ഈ അടുത്ത ദിവസം ടെസ്റ്റ് നടത്തിയല്ലേ ഉള്ളൂ, എനിക്കൊരു കുഴപ്പമില്ല. ഏയ് അങ്കിൾ, അങ്ങനെയല്ല അങ്കിൾ, ദയവായി ഉടൻ തന്നെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് പോകണം. അവിടെ അങ്കിൾ ഒരു ചെക്കപ്പ് ചെയ്യണം. അങ്കിളുടെ ഹാർട്ടിൽ ലേശ പ്രശ്നം കാണുന്നുണ്ട്. ഏയ് മാർക്ക്, ഇത് പറയാൻ നിങ്ങൾ ഡോക്ടർ വല്ലാണോ അങ്കിൾ എന്ന് ചോദിച്ചാൽ എനിക്കിതൊക്കെ അറിയാം എന്ന് എനിക്ക് പറയാൻ പറ്റും. മാർക്ക് അങ്ങനെ പറഞ്ഞതും അങ്കിൾ ഊ എമിലിയോട് പറഞ്ഞു, എമിലി, എന്താ ഇത്, ഒരു വിവരമില്ലാതൊക്കെ സംസാരിക്കുന്ന എന്താ ഇയാള്? അങ്കിൾ ഊവിന്റെ ആ ചോദ്യത്തിന് എമിലി രസകരമായ ഒരു ഉത്തരമാണ് പറഞ്ഞത്. അങ്കിൾ, മാർക്ക് പറയും പോലെ അങ്കിൾ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. എമിലി, നീ, അങ്കിൾ, ഞാൻ പറഞ്ഞല്ലോ, അങ്കിളൊന്ന് ചെക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. എമിലി, നീ ആവശ്യമില്ലാതെയാണ് ഇത്തരത്തിലൊരു ചെറുപ്പക്കാരനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഇതൊന്നും അത്ര നല്ല രീതിയല്ല. ഒരു കഴിവുമില്ലാത്ത, തികച്ചും അപ്രസക്തനായ ഒരാളെ ഈ ശൈലിയിൽ പ്രൊമോട്ട് ചെയ്തിട്ട് അയാൾക്ക് വേണ്ടി വാദിക്കുന്നത് ശരിയാണെന്ന് എമിലിക്ക് തോന്നുന്നുണ്ടോ? അങ്കിൾ, എനിക്കങ്ങനെ തോന്നുന്നത് കൊണ്ടാണല്ലോ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത്. വളരെ വ്യക്തമാണ് എമിലിയുടെ മറുപടി. ആ മറുപടി ലേശം കാർക്കശ്യത്തോടെയുമാണ്. അത് മനസ്സിലാക്കാതെ അങ്കിൾ ഊ എമിലിയോട് പറഞ്ഞു, നോക്കി എമിലി, എമിലിയുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണല്ലോ ഇവൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. എമിലിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇവൻ ഈ മിഡിൽ സിറ്റിയിൽ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്ന് എനിക്കിന്ന് കാണണം. ആ ഡയലോഗിൽ ഭീഷണിയുടെ ഒരു ലക്ഷണമുണ്ട്. അത് മനസ്സിലാക്കിയ എമിലി അങ്കിളിനോട് പറഞ്ഞു, അങ്കിൾ, മാർക്ക് എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെ മാർക്കിന് ഒന്നും സംഭവിക്കാതിരിക്കുക എന്നുള്ളത് എൻ്റെ ആവശ്യവുമാണ്. എമിലിയുടെ ആ വാചകത്തിന് ഒരുപാട് തലത്തിലുള്ള അർത്ഥമുണ്ട്. ആരെങ്കിലും മാർക്കിനെ ടാർഗറ്റ് ചെയ്ത് എന്തെങ്കിലും പറയുകയോ സംസാരിക്കുകയോ ഇടപെടുകയോ ചെയ്താൽ ബ്ലാക്ക് കുടുംബം ഇടപെടും എന്ന് തന്നെയാണ് എമിലിയുടെ ആ വാക്കുകൾ പറയുന്നത്. പക്ഷേ എമിലി അത് പൊളിച്ചു പറഞ്ഞിട്ടില്ല എന്ന് മാത്രം.
ആ മേശയ്ക്ക് ചുറ്റുമായി അന്തരീക്ഷം ഒന്ന് ചൂടാകുന്ന കണ്ടതും ആ കൂട്ടത്തിലുള്ള ഒരാൾ പെട്ടെന്ന് വിഷയം മാറ്റി. മിസ്റ്റർ റിച്ചാർഡ്, നിങ്ങളും എമിലിയും ഒരു ടീമായി വർക്ക് ചെയ്യുകയാണെങ്കിൽ ഈ മിഡിൽ സിറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമല്ലോ. പെട്ടെന്ന് അയാൾ വിഷയം ഡൈവേർട്ട് ചെയ്തതാണ്. അങ്കിൾ ഊ എന്ന് വിളിക്കപ്പെടുന്ന റിച്ചാർഡ് ഊവും എമിലി ബ്ലാക്കും തമ്മിലുള്ള സംഭാഷണം അങ്ങനെ അങ്ങ് മുറുകണ്ട എന്ന് ആഗ്രഹിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾ കയറി ഇടപെട്ടത്. പെട്ടെന്ന് തന്നെ വിഷയം അങ്ങ് മാറി. അവർ പല വിഷയങ്ങളും സംസാരിച്ചിരിക്കുന്ന ഇടയിൽ ആ ഹാളിനകത്തുള്ള ഓരോ ആളുകളും അവിടേക്ക് വന്ന് അവരോട് സംസാരിക്കുന്നുണ്ട്. സകലരുടെ ലക്ഷ്യം എമിലിയെ സോപ്പിടുക എന്നുള്ളതാണ്. എമിലിയെ സോപ്പിടാൻ വരുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും മാർക്കിനെയും സോപ്പിടുന്നുണ്ട്. രണ്ടുപേരെയും അടിച്ചു പുകഴ്ത്തി സംസാരിച്ചിട്ടാണ് അവർ ഓരോരുത്തരും കടന്നു പോകുന്നത്. ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കുറച്ച് ദൂരെ കഴ്സൺ റോജേഴ്സും സൺ യാനിമയും. സൺ യാനിമയോടായി കഴ്സൺ പറഞ്ഞു, ഏയ് യാനിമ, എല്ലാവരും അവരുടെ അടുത്ത് പോയി സംസാരിക്കുന്നുണ്ട്. നമുക്ക് ഈ അവസരം ഉപയോഗിക്കണം. നീ വിഡിത്തമൊന്നും വിളിച്ചു പറയരുത്. ഏയ് ഞാനതൊന്നും പറയത്തില്ല. അങ്ങനെ യാനിമ സമ്മതിച്ചതും യാനിമയുമായി കഴ്സൺ മാർക്കും എമിലിയും ഊവൊക്കെ ഇരിക്കുന്ന ആ ടേബിളിന്റെ അടുത്തേക്ക് വന്നു. ടേബിളിന്റെ അടുത്തെത്തിയതും കഴ്സൺ എമിലിയോട് പറഞ്ഞു, മിസ് ബ്ലാക്ക്, ഞാൻ കഴ്സൺ, ഞാൻ റോജേഴ്സ് കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. നിങ്ങളുടെ ബ്ലാക്ക് കുടുംബവുമായി സഹകരിക്കാൻ എനിക്ക് ഒരുപാട് താല്പര്യമുണ്ട്. അങ്ങനെ കഴ്സൺ പറഞ്ഞതും കഴ്സണൊപ്പമുള്ള യാനിമ എമിലിയോട് പറഞ്ഞു, മിസ് എമിലി, നിങ്ങൾ വലിയ സംഭവമൊക്കെ ആയിരിക്കാം, പക്ഷെ നിങ്ങൾക്കും അബദ്ധം പറ്റുന്നുണ്ട്. നിങ്ങൾ ഈ ഭൂലോക തോൽവിയെ എന്തടിസ്ഥാനത്തിലാണ് ഈ മിഡിൽ സിറ്റിയിലെ ഏറ്റവും മിടുക്കനായ ആളെന്നൊക്കെ പറഞ്ഞ് ഇവിടെ പരിചയപ്പെടുത്തിയത്? യാനിമയുടെ ആ ചോദ്യം കേട്ടതും എമിലി എണീറ്റു. എമിലി നടന്ന് യാനിമയുടെ മുമ്പിലേക്ക് വന്നു. എന്താ ചോദിച്ചേ? മിസ് എമിലി, നിങ്ങൾ ഈ ഭൂലോക തോൽവി യാനിമ സൺ അത്രമേ പറഞ്ഞുള്ളൂ. ആ നിമിഷത്തിൽ പടക്കം പൊട്ടും പോലെ ഒരു അടിയുടെ ശബ്ദം എല്ലാവരും കേട്ടു. എമിലി കൈ നിവർത്തി യാനിമയുടെ കവിളിൽ ആഞ്ഞൊന്ന് പൊട്ടിച്ചതാണ്. അടിയേറ്റ് ഒന്ന് തിരിഞ്ഞുപോയി യാനിമ നേരെ നിൽക്കുമ്പോഴേക്കും ആളുകൾക്ക് വളരെ വ്യക്തമായി അവിടെ കവിളിലെ ആ പാട് കാണാം. എമിലി ബ്ലാക്കിന്റെ കയ്യിലെ ആ വിരലുകൾ യാനിമയുടെ കവിളിൽ അങ്ങനെ തെളിഞ്ഞു കിടക്കുകയാണ്. പരസ്യമായി സകല ആളുകളും കണ്ടുകൊണ്ട് നിൽക്കേ ആ ശൈലിയിൽ അവളെ ആരെങ്കിലും തല്ലുമെന്ന് സ്വപ്നത്തിൽ പോലും യാനിമ കരുതിയിരുന്നതല്ല. അമ്പരന്ന് പോയ യാനിമ അടുത്ത് നിൽക്കുന്ന അവിടെ ഭർത്താവ് കഴ്സൺ റോജേഴ്സ് നേരെ തിരിഞ്ഞു. കഴ്സൺ ഇത് കണ്ട അലവലാതി. യാനിമയുടെ വായിൽ നിന്ന് അലവലാതി എന്ന വാക്കിന്റെ പകുതി പുറത്തേക്ക് വന്നപ്പോൾ തന്നെ അടുത്ത് നിന്ന കഴ്സൺ കൈ നിവർത്തി ഒരൊറ്റയാടി. ശരിക്കും കഴ്സൺ അടിച്ചത് അവളുടെ മറ്റേ കവിളിലാണ്. നേരത്തെ എമിലി ബ്ലാക്ക് അടിച്ചതിനേക്കാളും ശക്തിയിലാണ് കഴ്സൺ അടിച്ചത്. ശക്തമായി അടിയേറ്റ യാനിമ ഏതാനും സ്റ്റെപ്പ് പുറകിലോട്ടൊന്ന് നീങ്ങിപ്പോവുകയാണ്. അവൾ ഒരു പരുവത്തിൽ കാല് ഉറപ്പിച്ചിട്ട് കഴ്സനെ നോക്കുമ്പോഴേക്കും കഴ്സൺ അവളുടെ തൊട്ടടുത്തെത്തി. കഴ്സൺ അവളോട് പറഞ്ഞു, ഇനി നീ വാ തുറന്നാൽ നിന്റെ വാ ഞാൻ വലിച്ചു കയറും. അങ്ങനെ പറഞ്ഞിട്ട് കഴ്സൺ തിരിഞ്ഞ് എമിലിയോട് പറഞ്ഞു, മാഡം ക്ഷമിക്കണം, ഇവൾ പറഞ്ഞത് എല്ലാത്തിനും ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞാൻ എന്തെങ്കിലും അവിവേകം മാഡത്തോട് പറയുകയോ പെരുമാറുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. കഴ്സൺ റോജേഴ്സ് അങ്ങനെ പറഞ്ഞതും എമിലി കഴ്സനോട് പറഞ്ഞു, ക്ഷമിക്കേണ്ടത് ഞാനല്ലല്ലോ കഴ്സൺ. ആ വാചകത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയ കഴ്സൺ മാർക്കിന് നേരെ തിരിഞ്ഞു. മാർക്ക്, ക്ഷമിക്കണം, ഞാൻ ചെയ്തതൊക്കെ തെറ്റാണ്. ഞാൻ നിങ്ങളുടെ ഭാര്യയെ സ്വന്തമാക്കിയത് ശരിയായ നടപടിയല്ലെന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾക്കിതിനെ വിട്ടുതരാം. മാർക്കിനെ ഒഴിവാക്കി വിവാഹം കഴിച്ച കഴ്സൺ ഇതാ മാർക്കിന് അവന്റെ ഭാര്യയെ മടക്കി കൊടുക്കാമെന്ന് പറയുകയാണ്. അത് കേട്ടതും മാർക്ക് കഴ്സനോട് പറഞ്ഞു, ഏയ് നീ എന്തായി പറയുന്നത്? ഈ വൃത്തികെട്ടവളെ ഞാൻ വീണ്ടും സ്വീകരിക്കണമെന്നാണ് നീ പറയുന്നത്? മാർക്കിന്റെ ആ വാക്കുകൾ സ്വാഭാവികമായിട്ടും യാനിമയെ ഒന്ന് ചൊടിപ്പിച്ചു എന്ന് തന്നെ പറയാം. അവളെക്കുറിച്ച് ആദ്യമായിട്ടാണ് മാർക്ക് ആ തരത്തിൽ ഒരു വാചകം പറയുന്നത്. മാർക്ക് എന്താ പറഞ്ഞേ? അങ്ങനെ യാനിമ ചോദിച്ചു തുടങ്ങിയതും അവളുടെ മുന്നിലേക്ക് കയറി നിന്ന കഴ്സൺ അവളെ തടുത്തുകൊണ്ട് മാർക്കിനോട് പറഞ്ഞു, മാർക്ക് സോറി, എന്നോട് ക്ഷമിക്കണേ. നോക്ക് കഴ്സൺ, നിന്നോടോ നിന്റെ ഭാര്യ യാനിമയോടോ ക്ഷമിക്കാൻ എനിക്ക് പറ്റില്ല. ഒരു കാരണവശാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ മാപ്പ് എന്ന പ്രശ്നവും ഉദിക്കുന്നില്ല. അങ്ങനെ മാർക്ക് തീർത്തു പറഞ്ഞതും നിവൃത്തിയില്ലാതെ മാർക്കിനോടും എമിലിയോടും യാത്ര പറഞ്ഞ് കഴ്സൺ യാനിമയെ വിളിച്ചുകൊണ്ട് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി.
ശരിക്കും യാനിമയെ വിളിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി യാനിമയെ ഏതാണ്ട് പിടിച്ചു വലിച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്നതാണ് ശരി. അവക്ക് മാർക്കിനോട് എന്തൊക്കെയോ പറഞ്ഞാൽ കൊള്ളാന്നുണ്ട്. അവർ രണ്ടുപേരും അങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ എമിലിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിയുന്നുണ്ട്. പതുക്കെ പതുക്കെ ആ ഹാളിനകത്തുള്ള ആളുകൾ ഒന്നൊന്നായി കുറഞ്ഞു തുടങ്ങി. വൈകുന്നേരം ഏകദേശം 4 മണിയായപ്പോൾ ആ ടേബിളിൽ അവശേഷിക്കുന്നത് അങ്കിൾ ഊവും എമിലിയും മാർക്കും മാത്രമാണ്. സമയം 4 മണിയായെന്ന് കണ്ടതും മാർക്ക് എണീറ്റു. മാർക്ക് എമിലിയോട് പറഞ്ഞു, മിസ് എമിലി, ഞാൻ ഏതെങ്കിലും ഇറങ്ങട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് അങ്കിൾ ഊവിനോടായി പറഞ്ഞു, അങ്കിൾ ഊ, ഞാൻ പറഞ്ഞ കാര്യം മറക്കരുത്. അങ്കിൾ ഉറപ്പായിട്ടും ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോയി ഒരു ചെക്കപ്പ് ചെയ്യണം. വീണ്ടും മാർക്ക് അങ്ങനെ പറഞ്ഞതും റിച്ചാർഡ് ഊ എന്ന അങ്കിൾ ഊവിന് വല്ലാതെ ദേഷ്യം വരികയാണ്. അയാൾ മാർക്കിനോട് പറഞ്ഞു, മിസ്റ്റർ മാർക്ക്, ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാനങ്ങ് തീരുമാനിച്ചോളാം. എനിക്ക് നിങ്ങളെപ്പോലെ ഒരാളുടെ ഉപദേശമൊന്നും വേണ്ട. അത് കേട്ടതും മാർക്ക് അങ്കിൾ ഊവിനോട് പറഞ്ഞു, അങ്കിൾ ദേഷ്യം വരുന്നുണ്ട് എന്നുള്ള കാര്യം എനിക്കറിയാം. അങ്കിളിന് എന്നോട് ദേഷ്യം തോന്നിയാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും ഞാൻ അങ്കിളിനോട് അത് തന്നെ വീണ്ടും പറയുകയാണ്. അങ്കിൾ ഉറപ്പായും ഒരു ചെക്കപ്പ് ചെയ്യണം. ഇല്ലെങ്കിൽ മിനിമം അങ്കിൾ ഈ മിഡിൽ സിറ്റി തന്നെ 2 ദിവസം നിൽക്കുകയെങ്കിലും വേണം. അങ്കിളിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എനിക്ക് ഇടപെടണമെങ്കിൽ അങ്കിൾ ഇവിടെ ഉണ്ടാകുന്നതാണ് നല്ലത്. അങ്കിൾ ഊവിന് എന്തോ സംഭവിക്കാൻ പോവുകയാണെന്ന് മാർക്കിന് വളരെ വ്യക്തമായി അറിയാമെന്ന് അവന്റെ ആ സംഭാഷണം വിളിച്ചു പറയുകയാണ്. റിച്ചാർഡ് ഊ എന്ന അങ്കിൾ ഊവിന് മാർക്കിന്റെ ആ വാചകം തീരെ അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല. അയാൾ ഒന്നും മിണ്ടാതെ മാർക്കിനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മാർക്ക് എമിലിയോടും അങ്കിളിനോടും യാത്ര പറഞ്ഞ് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. ആ ബാങ്കറ്റ് ഹാളിലൂടെ പുറത്തേക്ക് പോകുന്ന മാർക്ക് ഫെല്ലറെ തന്നെ നോക്കിയിരിക്കുന്ന എമിലിയോടായി അങ്കിൾ ഊ പറഞ്ഞു, എമിലി, നിനക്ക് തോന്നുന്നുണ്ടോ ഇവന് ഷോണിനെതിരെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന്? അങ്കിൾ ഊവിന്റെ ആ ചോദ്യം കേട്ടതും എമിലി ഒന്ന് പുഞ്ചിരിച്ചു. ഓ അങ്കിൾ, അപ്പോ ഷോണിന്റെ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് മാർക്കിനോട് സംസാരിച്ചതല്ലേ? ഹേയ് എമിലി, നീ മാർക്കിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഷോണിന് മുന്നിൽ മാർക്ക് ഒന്നുമല്ല എന്നുള്ള കാര്യം നിനക്കറിയാമല്ലോ. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അങ്കിൾ. എമിലി, നീ പറയുന്നത് ഷോണിനൊപ്പം മാർക്ക് പിടിച്ചു നിൽക്കുമെന്നാണ്? അങ്കിൾ, ഷോണിനൊപ്പം മാർക്ക് പിടിച്ചു നിൽക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. ഷോണിനെ മാർക്ക് തോൽപ്പിക്കുമെന്നും മാർക്ക് ഈ മിഡിൽ സിറ്റി മാത്രമല്ല ചിൽറ്റൗണും കീഴടക്കുമെന്നാണ്. കൊള്ളാം. എമിലി, നിനക്കെന്താ വട്ടായോ? ഇവന് ഒരു സപ്പോർട്ട് മെക്കാനിസവും ഇല്ല. ഇവൻ ഈ പറഞ്ഞ വാചകങ്ങളുടെ അടിസ്ഥാനത്തിലാണോ നീ ഈ വിലയൊക്കെ ഇടുന്നത്? ഷോൺ തോംസൺ ആരാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാം. അവരെപ്പോലെ ശക്തനായ ഒരാള് ചിൽറ്റൗണിൽ വേറെയില്ല. ചിൽറ്റൗണിലുള്ള ഷോൺ തോംസൺ സത്യത്തിൽ എമിലി ബ്ലാക്കിനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. എമിലി ബ്ലാക്കുമായി അടുപ്പമുണ്ടാക്കാൻ അവൻ അങ്ങ് ന്യൂ സെലസ്റ്റൽ ഉണ്ടായിരുന്നപ്പോഴേ ശ്രമം നടത്തിയ കക്ഷിയാണ്. ന്യൂ സെലസ്റ്റൽ നിന്ന് എമിലി ഈ ചിൽഷെയർ പ്രോവിൻസിലേക്ക് വന്ന കാര്യം അറിഞ്ഞിട്ട് ഷോൺ തോംസണും ചിൽഷെയറിലേക്ക് എത്തിയിട്ടുണ്ട്. ചിൽഷെയറിലുള്ള ഷോൺ തോംസന്റെ കുടുംബവുമായി ഊവിന്റെ കുടുംബത്തിന് നല്ല അടുപ്പമുണ്ട്. യഥാർത്ഥത്തിൽ ഷോൺ തോംസന്റെ പിതാവും ഊവും സുഹൃത്തുക്കളാണ്. സുഹൃത്തിന്റെ മകനായ ഷോൺ തോംസനെ കൊണ്ട് എമിലി ബ്ലാക്കിനെ വിവാഹം കഴിപ്പിച്ചാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം ഊവിനുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ന്യൂ സെലസ്റ്ററിൽ തനിക്ക് ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഊവിനറിയാം. അതുകൊണ്ടാണ് ഊ ഷോൺ തോംസനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. കഥ മനസ്സിലാക്കിയ എമിലി ഊവിനോട് പറഞ്ഞു, അങ്കിൾ, ഒരു കാര്യം ഞാൻ അങ്കിൾക്ക് ഉറപ്പു തരാം. ഷോണും മാർക്കും തമ്മിലുള്ള ഫൈറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ പക്ഷം പിടിക്കില്ല. ശരിക്കും അവിശ്വസനീയമായ ഒരു കാര്യമാണ് ഇപ്പൊ ഇതാ എമിലി ബ്ലാക്ക് പറഞ്ഞിരിക്കുന്നത്. മാർക്കിനെ സപ്പോർട്ട് ചെയ്യാനായി എമിലി ഉണ്ടെങ്കിൽ ഷോണിന് ഒരു കാരണവശാലും മാർക്കുമായി ഫൈറ്റ് ചെയ്യുമ്പോൾ വിജയിക്കാൻ പറ്റില്ല. കാരണം ബ്ലാക്ക് കുടുംബത്തിന്റെ സപ്പോർട്ടുള്ള ഒരാളെ തോൽപ്പിക്കുക എന്നുള്ളത് നടക്കുന്ന കാര്യമല്ല. മാർക്കും ഷോണും തമ്മിലൊരു ഫൈറ്റ് ഉണ്ടായാൽ ബ്ലാക്ക് കുടുംബം ഇടപെടില്ല എന്ന് ഇതാ എമിലി അസന്നിഗ്ധമായി വ്യക്തമാക്കുകയാണ്. അത് കേട്ടതും സന്തോഷത്തോടുകൂടി ഊ എണീറ്റു. എമിലി, വാക്ക് മാറരുത്. ഞാൻ വാക്ക് മാറത്തില്ല. മാർക്കിനെ ഈ കാര്യത്തിൽ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. മാർക്ക് സ്വന്തം കാലിൽ നിൽക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം. അങ്ങനെ എമിലി പറഞ്ഞതും ഊ സന്തോഷത്തോടെ എമിലിയുടെ യാത്ര പറഞ്ഞ് പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയതും എമിലി ഊവിനോട് പറഞ്ഞു, അങ്കിൾ, അടുത്ത 2 ദിവസവും അങ്കിള് മിഡിൽ സിറ്റി തന്നെ തുടരുന്നതാ നല്ലത്. മാർക്ക് പറഞ്ഞ കാര്യം മറക്കണ്ട. എമിലി അങ്ങനെ പറഞ്ഞതും അങ്കിൾ ഊ
അല്പനേരം നിശബ്ദനായി നിന്നു. അതിനുശേഷം അയാൾ എമിലിയോട് പറഞ്ഞു, ഓക്കെ, എമിലി അങ്ങനെ തീർത്തു പറയുന്ന സ്ഥിതിക്ക് ഞാൻ അടുത്ത 2 ദിവസം ഇവിടെ തന്നെ കാണും. അങ്ങനെ പറഞ്ഞിട്ട് അയാൾ പുറത്തേക്ക് പോയി. ഇതേ സമയത്ത് ആ വസതിയിൽ നിന്നിറങ്ങിയ മാർക്ക് നേരെ പോയത് സൺ കുടുംബത്തിലേക്കാണ്. സൺ കുടുംബത്തിലേക്ക് മാർക്ക് പോകുന്നത് ഒരു ഗുളികയുമായിട്ടാണ്. അവിടെയുള്ള യാനിമയുടെ ഗ്രാൻഡ് ഫാദർ സെബാസ്റ്റ്യൻ സണ്ണിന് കൊടുക്കാനുള്ള ഗുളികയാണ് മാർക്കിന്റെ കൈവശമുള്ളത്. മാർക്ക് പഠിച്ചെടുത്ത കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാർക്ക് തയ്യാറാക്കിയിരിക്കുന്ന ഒരു പ്രത്യേക ഗുളികയാണ് ഇപ്പൊ അവന്റെ കയ്യിലുള്ളത്. അവൻ 3 വർഷക്കാലം സൺ കുടുംബത്തിൽ ഉണ്ടായിരുന്നെങ്കിലും ഒരിക്കൽ പോലും അവന്റെ ഗ്രാൻഡ് പേക്ക് അവൻ എന്തെങ്കിലും കൊടുത്തതായി അവന് ഓർമ്മയില്ല. അവൻ ആദ്യമായിട്ടാണ് ഒരു സമ്മാനം ആ ഗ്രാൻഡ് പേക്ക് കൊടുക്കുന്നത്. അത് കൊടുക്കാനായി സൺ കുടുംബത്തിന്റെ വീടിന് മുന്നിലെത്തുമ്പോൾ മാർക്ക് കാണുന്നത് ഒരു ചെറിയ ആൾക്കൂട്ടമാണ്. സൺ കുടുംബത്തിലെ പ്രമുഖരായ ആളുകളൊക്കെ അവിടെ അങ്ങനെ ആ ഗേറ്റിനടുത്ത് നിൽക്കുകയാണ്. യാനിമയുടെ അമ്മ റീത്തയും അച്ഛൻ വെസ്ലിയൊക്കെ അവിടെയുണ്ട്. വേറെയും ബന്ധുക്കളൊക്കെ ഉണ്ട്. അവരെല്ലാവരും ശരിക്കും ആഹ്ലാദത്തിലാണ്. ശരിക്കും അവരുടെ മുഖത്തും സംഭാഷണത്തിലുമൊക്കെ സന്തോഷം അങ്ങനെ അലയടിക്കുകയാണ്. അവിടേക്കാണ് മാർക്ക് ഫെല്ലർ കടന്നു വരുന്നത്. മാർക്കിനെ കണ്ടതും റീത്ത മാർക്കിനോട് ചോദിച്ചു, ഏയ് നീ എന്തിനാ ഇവിടെ വന്നേ? എനിക്ക് ഗ്രാൻഡ് പേ ഒന്ന് കാണണം. ഗ്രാൻഡ് പേ കാണാനോ? ഏത് ഗ്രാൻഡ് പേ? അതൊക്കെ നേരത്തെ ആയിരുന്നു. ഡിവോഴ്സ് കഴിഞ്ഞല്ലോ, ഇനി ഇവിടെ ഒരു ഗ്രാൻഡ് പേ ഇല്ല. നീ ആരെയും കാണണ്ട. റീത്ത അങ്ങനെ പറഞ്ഞതും റീത്തയുടെ ഭർത്താവ് വെസ്ലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ വീണ്ടും ഈ വീട്ടിലേക്ക് ഇങ്ങനെ വരുന്നത് ഒരു നല്ല കാര്യമായി നിനക്ക് തോന്നുന്നുണ്ടോ? അച്ഛാ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വന്നത് ഗ്രാൻഡ് പേ കാണാനാണ്. മാർക്ക്, നീ എന്നെ അച്ഛാന്നൊന്നും വിളിക്കേണ്ട കാര്യമില്ല. ഡിവോഴ്സ് കഴിഞ്ഞതോടുകൂടി ആ ബന്ധങ്ങളൊക്കെ അവസാനിച്ചു. നീ ഇപ്പൊ ഇവിടേക്ക് വന്നത് ഞങ്ങളുടെ സന്തോഷം ഇല്ലാതാക്കാൻ വേണ്ടിയല്ലേ? നിനക്കറിയുമോ ഞങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന്? അപ്പോഴാണ് മാർക്ക് യഥാർത്ഥത്തിൽ അവിടെ അനവധി ആളുകൾ ഉള്ള കാര്യം ശ്രദ്ധിക്കുന്നു തന്നെ. മാർക്ക് കൗതുകപൂർവ്വം അവർ നോക്കുന്ന കണ്ടതും റീത്ത മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ അറിഞ്ഞു കാണുമല്ലോ മിഡിൽ സിറ്റിയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരനെ ബ്ലാക്ക് കുടുംബം സെലക്ട് ചെയ്ത കാര്യം. ആ ചെറുപ്പക്കാരനാണ് ഇനി ഈ മിഡിൽ സിറ്റിയിലെ ബ്ലാക്ക് കുടുംബത്തിന്റെ ബിസിനസ് ഒക്കെ നോക്കി നടത്താൻ പോകുന്നത്. നീ അറിഞ്ഞു കാണുമായിരിക്കുമല്ലോ, എന്റെ മരുമകൻ കഴ്സൺ റോജേഴ്സ് ആണ് ആ ചെറുപ്പക്കാരൻ. കഴ്സൺ റോജേഴ്സിനെ ബ്ലാക്ക് കുടുംബം അവരുടെ പ്രതിനിധിയായി തിരഞ്ഞെടുത്ത കാര്യം വളരെ സന്തോഷത്തോടുകൂടി റീത്ത ആ ആൾക്കൂട്ടത്തിനിടയിൽ പ്രഖ്യാപിക്കുകയാണ്. അത് കേട്ടപ്പോൾ അവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അതെ, നിങ്ങളുടെ പുതിയ മരുമകൻ ശരിക്കും ഒരു ആണ് തന്നെയാണ്. മനഃപൂർവ്വമാണ് ആ വാചകം ആ ആൾക്കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞത്. മാർക്കിനെ ഒരു മണവും ഗുണവും ഇല്ലാത്ത, നട്ടലില്ലാത്ത ഒരാളായിട്ടാണ് പൊതുവെ എല്ലാവരും വിലയിരുത്തുക. മാർക്കിനെ അവിടെ അങ്ങനെ നിർത്തിക്കൊണ്ട് ആ ആളുകൾ ആ വാചകം പറഞ്ഞതും വെസ്ലി മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നോക്ക്, ഞങ്ങളുടെ നിലയും വിലയൊക്കെ മാറാൻ പോവുകയാണ്. റോജേഴ്സ് കുടുംബം ബ്ലാക്ക് കുടുംബത്തിന്റെ പാർട്ട്ണറായി മാറുമ്പോൾ എൻ്റെ മകൾ റോജേഴ്സ് കുടുംബം വഴി ബ്ലാക്ക് കുടുംബവുമായി ടൈപ്പ് ആവുകയാണ്. അതോടുകൂടി ഞങ്ങളുടെ സ്റ്റാറ്റസ് മാറും. ഞങ്ങളുടെ ആ മാറുന്ന സ്റ്റാറ്റസിനനുസരിച്ചുള്ള ആളുകൾ മാത്രമേ ഞങ്ങളുമായി സംസാരിക്കാൻ പാടുള്ളൂ. നിന്നെപ്പോലുള്ള ഒരു ഭൂലോക തോൽവി, നട്ടലില്ലാത്തവൻ ഞങ്ങളോട് സംസാരിക്കുന്ന പോലും ഞങ്ങൾക്ക് അപമാനമാണ്. 3 കൊല്ലക്കാലം ആ വീട്ടിലെ മരുമകനായി കഴിഞ്ഞിരുന്ന മാർക്ക് ഫെല്ലറോട് പരസ്യമായി ആ ആളുകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കേ അമ്മായി അച്ഛനായ വെസ്ലി സണ്ണിന് അങ്ങനെ സംസാരിക്കാൻ ഒരു മടിയും തോന്നിയില്ല. വെസ്ലി അത്രയും പറയുമ്പോഴേക്കും ഒരു കാറ് അവിടെ എത്തി. കാറിൽ നിന്ന് പുറത്തിറങ്ങിയത് സാക്ഷാൽ കഴ്സൺ റോജേഴ്സ് ആണ്. കഴ്സണും അവന്റെ ഭാര്യ യാനിമ സണ്ണും കൂടി ബ്ലാക്ക് കുടുംബത്തിന്റെ ആ വസതിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് നേരെ പോയത് ഒരു ബ്യൂട്ടി പാർലറിലാണ്. യാനിമയുടെ 2 കവിളിലും അടിവീണ പാടുകളുണ്ട്. ആ പാടുകൾ ഫേഷ്യൽ ചെയ്ത് മാറ്റാൻ വേണ്ടിയാണ് യാനിമ ബ്യൂട്ടി പാർലറിൽ കയറിയത്. അവളെ ബ്യൂട്ടി പാർലർ ആക്കിയതിനു ശേഷം കഴ്സൺ അവൻ്റെ റോജേഴ്സ് കുടുംബത്തിൽ പോയി കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ട് അവിടെ നിന്ന് സൺ കുടുംബത്തിലേക്ക് വരുമ്പോഴാണ് ഗേറ്റിന് മുന്നിൽ ആ ആൾക്കൂട്ടത്തെ കാണുന്നത്. വാഹനം നിർത്തി പുറത്തിറങ്ങിയ കഴ്സനെ കണ്ടതും റീത്തയും വെസ്ലിയും ഓടി അയാളുടെ അടുത്തേക്ക് വന്നു. മോനെ, ഞങ്ങൾ എത്ര നേരമായി മോനെ കാത്തു നിൽക്കുകയാണെന്നറിയാവോ? അങ്ങനെ പറഞ്ഞിട്ട് റീത്ത ആ കൂടി നിൽക്കുന്ന ആൾക്കൂട്ടത്തോടായി പറഞ്ഞു, ഇത് കണ്ട, ഇതാണ് എൻ്റെ മരുമകൻ കഴ്സൺ റോജേഴ്സ്. ഇനി മുതൽ ഈ മിഡിൽ സിറ്റിയിലെ ഏറ്റവും പ്രമുഖനായ വ്യക്തി എൻ്റെ ഈ മരുമകനാണ്. അങ്ങനെ പറയുമ്പോൾ
റീത്തയുടെയും അതുപോലെ വെസ്ലിയുടെയും മുഖം അങ്ങ് വികസിച്ചു വരികയാണ്. ശരിക്കും സന്തോഷം അവർക്കുണ്ട്. ആ സന്തോഷം അവരുടെ ബന്ധുക്കളായ മറ്റാളുകളിലേക്കും അതുപോലെ പടരുന്നുണ്ട്. അവർ അങ്ങനെ സംസാരിക്കുമ്പോഴാണ് അവരുടെ ഇടയിൽപ്പെട്ടു പോയ കഴ്സൺ അല്പം മാറി നിൽക്കുന്ന സാക്ഷാൽ മാർക്ക് ഫെല്ലറെ കാണുന്നത്. മാർക്കിനെ കണ്ടതും കഴ്സൺ മാർക്കിനോട് ചോദിച്ചു, ഏയ് മാർക്ക്, മാർക്ക് എന്താ വന്നേ? അത് കേട്ടതും മാർക്ക് കഴ്സണോട് പറഞ്ഞു, ഞാന് ഗ്രാൻഡ് പേ ഒന്ന് കാണാൻ വന്നതാ. അതിന് മറുപടി പറഞ്ഞത് വെസ്ലിയാണ്. ഇടോ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ എന്റെ അച്ഛനെ കാണാൻ നീ ഇവിടെ വരാൻ പാടില്ലെന്ന്. ഏയ് അങ്കിൾ, അങ്കിൾ എന്തായി പറയുന്നത്? മാർക്ക് ഗ്രാൻഡ് പേ കയറി കാണട്ടെ. വെസ്ലി പറഞ്ഞ വാചകത്തെ പകുതി വെച്ച് തടുത്തുകൊണ്ട് കഴ്സൺ അങ്ങനെ പറഞ്ഞപ്പോൾ റീത്തയ്ക്കും അതുപോലെ വെസ്ലിക്കും ഒരു അതിശയം. സാധാരണഗതിയിൽ മാർക്കിനെ കളിയാക്കാനും തട്ടിക്കയറാനും കഴ്സൺ ഒരു മടിയും കാണിക്കാത്ത ആളാണ്. ഇപ്പൊ ഇതാ കഴ്സൺ മാർക്കിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നു. കഴ്സൺ അവനങ്ങനെ അനുവദിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്കിൾ, മാർക്ക് കയറി കാണട്ടെന്ന്. അങ്ങനെ വീണ്ടും കഴ്സൺ പറഞ്ഞതും മാർക്ക് വീടിനകത്തേക്ക് കയറി. മാർക്ക് അവന്റെ ഗ്രാൻഡ് പേ ഉള്ള മുറിയിലേക്ക് ചെന്നു. ഗ്രാൻഡ് പേ കണ്ട മാർക്ക് ആ വയസ്സായ മനുഷ്യന്റെ കട്ടിലിരിക്കുകയാണ്. മാർക്കിനെ കണ്ടപ്പോൾ സെബാസ്റ്റ്യൻ സണ്ണിന് ശരിക്കും സന്തോഷം. അയാൾ മാർക്കിന്റെ കൈയെടുത്ത് അയാളുടെ കൈക്കകത്തേക്ക് അങ്ങ് വെച്ചു. നോക്കൂ മാർക്ക്, ഇവിടെ നടന്ന ഒരു കാര്യത്തിലും എനിക്ക് ഒരു പങ്കുമില്ല. സത്യമായിട്ടും മാർക്കിനെ നഷ്ടപ്പെടുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമേ അല്ല. മാർക്ക്, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, മാർക്കിന് ഇവരോട് ക്ഷമിച്ചൂടെ? തൻ്റെ മകൻ വെസ്ലി സണ്ണും അയാളുടെ മകൾ യാനിമയും കാണിച്ചത് ശരിക്കും മോശമായ കാര്യമാണെന്ന് സെബാസ്റ്റ്യൻ സണ്ണിന് അറിയാം. അത് അറിയാവുന്നത് കൊണ്ടാണ് സെബാസ്റ്റ്യൻ മാർക്കിനോട് അങ്ങനെ ചോദിച്ചത്. അത് കേട്ടതും മാർക്ക് സെബാസ്റ്റ്യനോട് പറഞ്ഞു, ഗ്രാൻഡ് പാ, ഒരു കാരണവശാലും എനിക്ക് യാനിമയോട് ക്ഷമിക്കാൻ പറ്റില്ല. അവൾ ചെയ്തത് ഒരു ഭാര്യയും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അവൾ ഒരു ദയയും അർഹിക്കുന്നില്ല. മാർക്കിന്റെ ആ വാക്കുകൾക്ക് വല്ലാത്തൊരു വ്യക്തതയുണ്ട്. അത് ആ ഗ്രാൻഡ് പേക്ക് മനസ്സിലാകുന്നുണ്ട്. ഗ്രാൻഡ് പാ, ആ വിഷയം വിട്, ഞാനൊരു മരുന്നുണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ അതുമായിട്ടാണ് വന്നത്. അങ്ങനെ പറഞ്ഞിട്ട് അവൻ ആ ഗുളിക എടുത്തതും അവൻ്റെ ഗ്രാൻഡ് പാ അവനെ തടുത്തു. ഹേയ് മാർക്ക്, അതൊന്നും വേണ്ട. എനിക്കറിയാം എനിക്കിനി അധിക ദിവസങ്ങളില്ല, അതിലെനിക്ക് ഒരു വിഷമവുമില്ല. എന്തായാലും നീ വന്നല്ലോ, അതിന് വലിയ കാര്യം. മോനോട് അവസാന നിമിഷവും ഞാൻ ആ കാര്യമാണ് ആവശ്യപ്പെടുന്നത്. എൻ്റെ ഈ കുടുംബത്തെ ശത്രുവായി കാണരുത്. അവന്റെ ഗ്രാൻഡ് പാ അത്രയും പറഞ്ഞപ്പോഴേക്കും സെബാസ്റ്റ്യൻ സണ്ണിന്റെ മരുമകൾ റീത്ത സൺ അങ്ങോട്ട് വന്നു. മാർക്കിന്റെ മുൻ അമ്മായിയമ്മ റീത്ത സെബാസ്റ്റ്യൻ പറയുന്ന വാചകം കേട്ടുകൊണ്ടാണ് അകത്തേക്ക് വരുന്നത്. അച്ഛൻ എന്തായി പറയുന്നത്? ഇവൻ നമ്മളെ എന്ത് ചെയ്യാനാണ്? ഇവനൊരു ഭൂലോക തോൽവിയാണെന്നുള്ള കാര്യം അച്ഛന് അറിവുള്ളതല്ലേ? അച്ഛനാ ഇവനെ ശരിക്കും വഷളാക്കിയത്, നട്ടലില്ലാത്ത ഭീരു. അങ്ങനെ പറഞ്ഞുകൊണ്ട് റീത്ത വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. അയാളുടെ മരുമകൾ റീത്തയുടെ വാചകം കേട്ട് സെബാസ്റ്റ്യൻ അറിയാതെ ഒന്ന് നിശ്വസിച്ചു പോവുകയാണ്. വരാനിരിക്കുന്നത് വഴിയിൽ തങ്ങില്ല എന്ന് അർത്ഥമാക്കുന്ന ശൈലിയിലുള്ള ഒരു നിശ്വാസമാണ് അയാളുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഗ്രാൻഡ് പേയോട് യാത്ര പറഞ്ഞ് മാർക്ക് പുറത്തെത്തുമ്പോൾ മാർക്കിനെ തന്നെ കാത്തു നിൽക്കുകയാണ് റീത്തയും വെസ്ലിയും ബാക്കി ബന്ധുക്കളും ഒക്കെ. അവരുടെ ഇടയിൽ നിശബ്ദനായി കഴ്സൺ റോജേഴ്സുമുണ്ട്. മാർക്കിനെ കണ്ടതും വെസ്ലി ഉറക്കെ പറഞ്ഞു, ഇടാ, നീ വരാൻ വേണ്ടി ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു. നീ കണ്ടല്ലോ എന്റെ മരുമകനെ. എന്റെ മരുമകനെയാണ് ബ്ലാക്ക് കുടുംബം സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി എന്റെ മരുമകൻ ഈ കഴ്സൺ റോജേഴ്സ് തീരുമാനിക്കും ഈ മിഡിൽ സിറ്റിയിൽ എന്ത് നടക്കണമെന്ന്. അങ്ങനെ വെസ്ലി ശരിക്കും ആത്മവിശ്വാസത്തോടുകൂടി ആ വാചകം പറഞ്ഞതും റീത്ത മാർക്കിനോട് പറഞ്ഞു, ഇടാ ഭൂലോക തോൽവി, നിനക്ക് എപ്പോഴെങ്കിലും സ്വപ്നം കാണാൻ കഴിയുമോ ഇത്തരം ഒരു സാഹചര്യം? എന്റെ മരുമകനെ കണ്ട് പഠിക്കടാ നീ. 3 കൊല്ലമാണ് എന്റെ മകളുടെ ജീവിതത്തിൽ നീ കാരണം പാഴായത്. അങ്ങനെ റീത്ത പറഞ്ഞതും മാർക്ക് റീത്തയോട് പറഞ്ഞു, നിങ്ങള് ഇപ്പൊ പറഞ്ഞല്ലോ ബ്ലാക്ക് കുടുംബം മിഡിൽ സിറ്റിയിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുക്കപ്പെട്ട ആള് ആരാണെന്ന് നിങ്ങൾ പറഞ്ഞത്? ഇതെന്തു ചോദ്യം? നീ ഈ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? എന്റെ മരുമകൻ കഴ്സൺ റോജേഴ്സിനെയാണ് ബ്ലാക്ക് കുടുംബം അവരുടെ പ്രതിനിധിയായി തിരഞ്ഞെടുത്തത്. റീത്ത ശരിക്കും ആത്മവിശ്വാസത്തോടെ ലേശം അഹങ്കാരത്തോടെ അങ്ങനെ പറഞ്ഞതും മാർക്ക് അവരോട് പറഞ്ഞു, എന്നാൽ അങ്ങനെ അല്ല.
ബ്ലാക്ക് കുടുംബം തിരഞ്ഞെടുത്തത് എന്നെയാണ്. മാർക്ക് ആ വാചകം പറഞ്ഞതും പെട്ടെന്ന് അവിടെ ഒരു നിശബ്ദത ഉണ്ടായി. ഒരു സെക്കൻഡിൽ താഴെ മാത്രമാണ് ആ നിശബ്ദത നിലനിന്നത്. അടുത്ത നിമിഷം നമ്മൾ കാണുന്നത് അനവധി ആളുകളുടെ ഒരുമിച്ചുള്ള പൊട്ടിച്ചിരിയാണ്. വെസ്ലിയും റീത്തയും എന്ന് വേണ്ട ആ കുടുംബത്തിലെ മുഴുവൻ ആളുകളും നിർത്താതെ ചിരിക്കുകയാണ്. ശരിക്കും അവർക്ക് ചിരി നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഒരു പരുവത്തിൽ ചിരി മതിയാക്കിയ റീത്ത അറിയാതെ മാർക്കിനോട് പറഞ്ഞു പോവുകയാണ്, നിന്നെ സെലക്ട് ചെയ്തെന്നോ, കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ അവർ പറഞ്ഞപ്പോ മാർക്ക് ഒരു അക്ഷരം പോലും പറയാതെ പുറത്തേക്ക് അങ്ങ് നടക്കുകയാണ്. മാർക്ക് അവിടെ നിന്ന് നടന്നു മാറുമ്പോൾ ചിരി നിയന്ത്രിക്കാൻ പറ്റാതായിരുന്ന വെസ്ലി ഒരു പരുവത്തിൽ ചിരി നിയന്ത്രിച്ചിട്ട് കഴ്സനോട് പറഞ്ഞു, കഴ്സൺ, നീ കണ്ടില്ലേ, നീ ഇത് കേട്ടില്ലേ, അവൻ പറയാണ് അവനെയാണ് സെലക്ട് ചെയ്തതെന്ന്. ശരിക്കും അയാളുടെ വായിൽ നിന്ന് വാക്കുകൾ തുടർച്ചയായി പുറത്തേക്ക് വരുന്നത് പോലുമില്ല. വെസ്ലി അത് പറഞ്ഞതും കഴ്സൺ വെസ്ലിയോട് പറഞ്ഞു, മാർക്ക് പറഞ്ഞത് ശരിയാണ്. ശരിക്കും ഒരു ചെറിയ സ്റ്റേറ്റ്മെന്റ് ആണ് ആ സമയത്ത് കഴ്സൺ നടത്തിയത്. ഒരു ചെറിയ പ്രസ്താവന, മാർക്ക് പറഞ്ഞത് ശരിയാണ്. ആ പ്രസ്താവന കഴ്സന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതും ചിരിച്ചു മറിയായിരുന്ന റീത്ത ഒന്ന് കറണ്ടടിച്ചതുപോലെ നിന്നു. അവൾ ഞെട്ടിത്തിരിഞ്ഞ് കഴ്സനെ നോക്കിയിട്ട് കഴ്സനോട് ചോദിച്ചു, മോനെ നീ എന്താ പറഞ്ഞേ? അതെ, മാർക്ക് പറഞ്ഞത് ശരിയാണ്. ബ്ലാക്ക് കുടുംബം സെലക്ട് ചെയ്തത് എന്നെയല്ല, മാർക്കിനെയാണ്. ശരിക്കും ആ പാട്ട് ഇപ്പോഴാണ് ഇടേണ്ടത്. സൂര്യകിരീടം വീണുടഞ്ഞു എന്നുള്ള ആ പാട്ട് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തുകൂട്ടിയ വെസ്ലിയും റീത്തയുടെയും വെസ്ലിയുടെയും ആ ബന്ധുക്കളൊക്കെ അമ്പരപ്പോടെ കഴ്സന്റെ മുഖത്തേക്ക് തന്നെ നോക്കുകയാണ്. അവർക്കവിടെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവരെല്ലാവരും ഭൂലോക തോൽവി എന്ന് പറഞ്ഞ്, പാഴെന്ന് പറഞ്ഞ്, മണവും ഗുണവുമില്ലാത്തതെന്ന് പറഞ്ഞ്, വീട്ടുജോലി മാത്രം ചെയ്യാൻ അറിയാവുന്നതെന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ടിരുന്ന ആ മാർക്കിനെ ബ്ലാക്ക് കുടുംബം അവരുടെ ബിസിനസ്സുകൾ നോക്കി നടത്താനുള്ള ചുമതല കൊടുക്കാനായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള ആ വാക്യം വിശ്വസിക്കാനാവാതെ ആ എൻ്റെ ടീമും കഴ്സനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ കഴ്സൺ അവരോട് കാര്യങ്ങൾ വിശദമാക്കി. കഴ്സൺ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ അവർ കേട്ടുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു ടാക്സിയിൽ യാനിമ അവിടെ എത്തുന്നത്. ബ്യൂട്ടി പാർലറിൽ നിന്ന് അവിടെ എത്തിയ യാനിമയെ കണ്ടതും റീത്ത കരഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഓടി വന്നു. അവളോടായി റീത്ത ചോദിച്ചു, യാനിമ, ഈ കഴ്സൺ പറഞ്ഞതൊക്കെ നീ കേട്ടോ? അങ്ങനെ യാനിമയോട് റീത്ത ചോദിക്കുമ്പോഴേക്കും അകത്ത് TV വെസ്ലി ഓണാക്കിയിരുന്നു. അയാളുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നത് കണ്ടിട്ടാണ് അയാൾ ഓടിപ്പോയി TV ഓണാക്കിയത്. TVയിൽ ആ ദിവസം മിഡിൽ സിറ്റി നടന്ന ഒരു ഫംഗ്ഷനെ കുറിച്ചുള്ള വാർത്ത ആ സമയത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ TVയിലേക്ക് നോക്കുമ്പോൾ അവർക്ക് TVയിൽ അത് കാണാം. പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന ആ സ്റ്റേജിൽ സാക്ഷാൽ മാർക്ക് ഫെല്ലർ നിൽക്കുന്നത്. മാർക്ക് ഫെല്ലറുടെ അടുത്ത് വെളുത്ത ഗൗൺ അണിഞ്ഞ ഒരു സുന്ദരിയും അവർ കണ്ടു. ആ സുന്ദരിയെ അവർ നേരത്തെ കണ്ടിട്ടുണ്ട്. മാർക്കിനൊപ്പം ആ സുന്ദരി അവരുടെ വീട്ടിൽ വന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അവർ ശ്രദ്ധിച്ചിരുന്നില്ല. ആ സുന്ദരിയെ സ്ക്രീനിൽ കാണിച്ചതും കഴ്സൺ അവരോട് പറഞ്ഞു, അതാണ് മിസ് എമിലി ബ്ലാക്ക്. രാജ്യത്തിലെ ഏറ്റവും പ്രമുഖ കുടുംബങ്ങളിൽ ഒന്ന് ബ്ലാക്ക് കുടുംബമാണ്. ആ ബ്ലാക്ക് കുടുംബത്തിന്റെ ഏറ്റവും പ്രസിദ്ധിയായ അടുത്ത തലമുറക്കാരി സാക്ഷാൽ എമിലി ബ്ലാക്കാണ് അവരുടെ വീട്ടിൽ വന്നിരുന്ന ആ അതിഥി എന്ന് അപ്പോഴാണ് റീത്തയും വെസ്ലിയൊക്കെ തിരിച്ചറിയുന്നത്. ശരിക്കും അവർ എമിലിയോട് വളരെ മോശമായിട്ടാണ് അന്ന് സംസാരിച്ചത്. ആ കാര്യം അവർക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. അവരങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ മൈക്ക് കയ്യിലെടുത്ത മാർക്ക് സദസ്സിനോട് സംസാരിക്കുന്നത് അവർ കേട്ടു. വാ തുറന്ന് രണ്ടക്ഷരം സംസാരിക്കാനായി മാർക്കിന് കഴിയില്ല എന്ന് കരുതിയിരിക്കുമ്പോഴാണ് മാർക്ക് മനോഹരമായി ആ ഓഡിയൻസിനോട് സംസാരിക്കുന്ന രംഗം അവർ കണ്ടത്. ആ കണ്ട കാഴ്ച വിശ്വസിക്കാനാവാതെ തരിച്ചു നിന്നുപോയ ആളുകൾ പെട്ടെന്നാണ് മറ്റൊരു കാഴ്ച കൂടി കാണുന്നത്. പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന കഴ്സനെയും അതുപോലെ യാനിമയും. ആ കാഴ്ച കണ്ടതും കഴ്സൺ അവരോട് പറഞ്ഞു, ബ്ലാക്ക് കുടുംബം നമ്മളെ ടാർഗറ്റ് ചെയ്യാൻ പോവുകയാണ്. ശരിക്കും ഇടുത്തി വീഴുന്ന പോലുള്ള ഒരു പ്രസ്താവനയാണ് ആ സമയത്ത് കഴ്സൺ നടത്തിയ ആ പ്രസ്താവന. ബ്ലാക്ക് കുടുംബം അവരെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പിന്നീട് അവരാരും ഭൂമിയിൽ ഉണ്ടാകില്ലെന്നാണ്. ശരിക്കും ഒരു അപകടം
ഇതാ അവരെ തേടി വരാൻ പോവുകയാണ്. എമിലി ബ്ലാക്കിനെയും മാർക്കിനെയും ഒരുപോലെ അവർ ആ വീട്ടിൽ വെച്ച് അപമാനിച്ചതാണ്. ആ അപമാനത്തിന് സ്വാഭാവികമായും ബ്ലാക്ക് കുടുംബം പകരം ചോദിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ റോജേഴ്സ് കുടുംബവും സൺ കുടുംബവും ഒരു ചരിത്രം മാത്രമായി അവശേഷിക്കും. ആ യാഥാർത്ഥ്യം ഒരു വല്ലാത്ത പേടിയായി അവിടേക്ക് മനസ്സിൽ വന്നതും റീത്ത പെട്ടെന്ന് വെസ്ലിയോട് പറഞ്ഞു, വെസ്ലി, ഇനി ഒരാൾക്കേ നമ്മളെ സഹായിക്കാൻ പറ്റൂ, അത് നമ്മുടെ ഗ്രാൻഡ്പയ്ക്കാണ്. ഗ്രാൻഡ്പ പറഞ്ഞാൽ മാർക്ക് കേൾക്കും. മാർക്ക് ഫെല്ലർ സൺ കുടുംബത്തിനെതിരായിട്ടും റോജേഴ്സ് കുടുംബത്തിനെതിരായിട്ടും ബ്ലാക്ക് കുടുംബത്തോട് ഒന്നും പറയാതിരുന്നാൽ ബ്ലാക്ക് കുടുംബം ആ രണ്ട് കുടുംബത്തെയും വെറുതെ വിടുമെന്ന് ഒരു ധാരണ എങ്ങനെയോ റീത്തയുടെ മനസ്സിലുണ്ടായത് കൊണ്ടാണ് റീത്ത പെട്ടെന്ന് ആ വാചകം പറഞ്ഞത്. റീത്ത പറഞ്ഞത് കേട്ടതും എല്ലാവർക്കും ഒരു ആശ്വാസമായി. ആ ടീം ഒന്നടങ്കം സെബാസ്റ്റ്യൻ കിടക്കുന്ന മുറിയിലേക്ക് ഓടി. സെബാസ്റ്റ്യൻ കണ്ണടച്ചനെ കിടക്കുമ്പോൾ അയാളുടെ കിടക്കയ്ക്ക് ചുറ്റുമായി റീത്തയും വെസ്ലിയും മറ്റു ബന്ധുക്കളും അതുപോലെ കഴ്സനും എത്തി. സെബാസ്റ്റ്യനെ തട്ടി വിളിച്ച് ഉണർത്തിയ വെസ്ലി അവൻ്റെ അച്ഛനോട് പറഞ്ഞു, അച്ഛന് ഇപ്പൊ എങ്ങനെയുണ്ട്? പെട്ടെന്ന് എല്ലാവരും ചുറ്റും കണ്ടപ്പോൾ സെബാസ്റ്റ്യൻ ഒന്ന് അന്തം വിട്ടു. എന്താ സംഭവം? അച്ഛൻ ഒരു കാര്യം ചെയ്യണം. ഞാൻ എന്ത് കാര്യം ചെയ്യണമെന്ന്? അച്ഛൻ മാർക്കിനോടെ ഞങ്ങൾക്കെതിരായിട്ട് ബ്ലാക്ക് കുടുംബത്തോട് ഒന്നും പറയരുതെന്ന് പറയണം. ഏയ്, നീ എന്താ പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഞങ്ങളെ അവരോട് മോശമായിട്ടൊക്കെ പെരുമാറിയിട്ടുണ്ടല്ലോ, അച്ഛൻ അറിയാലോ. അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് മാർക്ക് പെരുമാറിയാൽ ഞങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും. ഏയ് വെസ്ലി, നീ എന്താ പറഞ്ഞു വരുന്നത്? ഈ ബ്ലാക്ക് കുടുംബം അച്ഛൻ അറിയാമല്ലോ. അതെ, അതിപ്പോൾ ആർക്കാ അറിയാത്തത്? ഈ ബ്ലാക്ക് കുടുംബം ഈ മിഡിൽ സിറ്റിയിൽ നിന്ന് ഒരാളെ അവരുടെ പ്രതിനിധിയായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിനിപ്പോൾ ഞാനെന്താ വേണ്ടേ? ആ പ്രതിനിധി നമ്മുടെ മാർക്കാണ്. മാർക്ക് ഇപ്പോൾ ബ്ലാക്ക് കുടുംബമാണെന്ന് പറയാം. സെബാസ്റ്റ്യന് കഥ മനസ്സിലായി. ബ്ലാക്ക് കുടുംബത്തിന്റെ റെപ്രസെന്റേറ്റീവായി അയാളുടെ പ്രിയപ്പെട്ട മാർക്ക് മാറിയിരിക്കുകയാണ്. മാർക്കിന് സൺ കുടുംബത്തിൽ നിന്ന് ലഭിച്ച അനുഭവങ്ങൾ മാർക്ക് മനസ്സിൽ വെച്ചിരിക്കുകയാണെങ്കിൽ സൺ കുടുംബത്തോട് ഒരു എതിർപ്പ് സ്വാഭാവികമായും മാർക്കിനുണ്ടാവും. അങ്ങനെ മാർക്കിന് ഉണ്ടെങ്കിൽ മാർക്ക് പ്രതികാരം ചെയ്യാൻ സാധ്യതയുണ്ട്. ആ ഭയമാണ് വെസ്ലിക്കും കൂടെ ഉള്ളവർക്കും ഉള്ളത്. അത് മനസ്സിലാക്കിയ സെബാസ്റ്റ്യൻ വെസ്ലിയോട് പറഞ്ഞു, നോക്കൂ വെസ്ലി, ഈ കാര്യത്തിൽ ഞാൻ ഇടപെടില്ല. അവനെ നിങ്ങളെല്ലാവരും ചേർന്ന് ചിത്രവധം ചെയ്തത് ഞാൻ കണ്ടിട്ടുണ്ട്. അവനായതുകൊണ്ടാണ് ഇവിടെ ഇത്രയും നാൾ പിടിച്ചു നിന്നത്. അവനൊരു പാവമായതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളെ കൊല്ലാതെ വിട്ടേക്കാം. അത് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റൂ. ശരിക്കും ഒരു ഭയം സെബാസ്റ്റ്യന്റെ ആ വാക്കുകൾ ആ കൂടെ നിന്ന് എല്ലാവർക്കും ഉണ്ടാക്കുന്നുണ്ട്. സെബാസ്റ്റ്യന്റെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ യാനിമയ്ക്കും കഴ്സനും ഒക്കെ ആ ഭയം ഫീൽ ചെയ്യുന്നുണ്ട്. ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഓരോരുത്തർക്കും ആ ഭയം ഫീൽ ചെയ്യുകയാണ്. ഇതേ സമയത്ത് ഡ്രാഗൺ പാരഡൈസിലെ തൻ്റെ വസതിയിലേക്ക് മടങ്ങിയെത്തിയ മാർക്ക് അവൻ്റെ ലൈബ്രറി അങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ലൈബ്രറിയിൽ അവൻ പരതുന്നത് മരുന്നുകളാണ്. ഏത് മരുന്ന് ഉണ്ടാക്കി വിറ്റാൽ അവനെക്കുറിച്ച് പണം ഉണ്ടാക്കാൻ പറ്റും, അതാണ് മാർക്ക് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ കൈവശമുണ്ടായിരുന്ന പണം മുടക്കിയാണ് അവൻ കുറച്ച് ഔഷധ സസ്യങ്ങളൊക്കെ വാങ്ങിച്ചത്. ആ ഹെർബ്സ് പക്ഷെ എമിലി എടുത്ത് ചവറ്റുകൂട്ടലേക്ക് എറിഞ്ഞിരുന്നു. പക്ഷെ അതിന് പകരമായി എമിലി കുറെ അടിപൊളി വാല്യൂ ഉള്ള ഹെർബ്സ് മാർക്കിന് കൊടുക്കുകയും ചെയ്തു. ആ ഹെർബ്സ് എന്നാണ് മാർക്ക് അവൻ്റെ സ്പിരിച്വൽ എനർജി ഡെവലപ്പ് ചെയ്യാനുള്ള പിൽസൊക്കെ ഉണ്ടാക്കിയത്. ആ പിൽസ് പോലെ വേറെയും ഗുളികകൾ ഉണ്ടാക്കാൻ തനിക്ക് പറ്റിയാൽ അത് മാർക്കറ്റിൽ വിൽക്കാൻ പറ്റിയേക്കും. അങ്ങനെ ഒരു ഐഡിയ മാർക്കിന് തോന്നിയത് കൊണ്ടാണ് മാർക്ക് ആ ലൈബ്രറിയിൽ ഒന്ന് പരതി തുടങ്ങിയത്. ആ ലൈബ്രറിയിലൂടെ മാർക്ക് ഇങ്ങനെ കടന്നു പോകുമ്പോൾ മാർക്ക് ശരിക്കും അത്ഭുതപ്പെട്ടു പോവുകയാണ്. അവൻ്റെ അച്ഛൻ അവനിലേക്ക് കൈമാറിയിരിക്കുന്നത് ഈ ഭൂമിയിൽ ഒരാളും സ്വന്തം മകനെ കൈമാറാൻ സാധ്യതയില്ലാത്ത അത്രയേറെ അറിവുകളുടെ ശേഖരമാണ്. ആ അറിവുകളുടെ ശേഖരത്തിലൂടെ കടന്നുപോയ മാർക്കിൻ്റെ ദൃഷ്ടിയിൽ പെട്ടെന്നാണ് ഒരു മരുന്നിൻ്റെ കൂട്ട് പെടുന്നത്. സോൾ നറിഷ്മെന്റ് പില്ലെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ആ മരുന്ന് അക്ഷരാർത്ഥത്തിൽ
ഒരു സംഭവം തന്നെയാണ്. പ്രായമേറി വരുന്ന ആളുകളുടെ ലൈംഗിക ശേഷിയും അവരുടെ ബോഡി കപ്പാസിറ്റിയൊക്കെ വൻതോതിൽ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു ഗുളിക. ഒരേ ഒരു ഗുളിക കഴിച്ചാൽ മതി, ചെറുപ്പം തിരിച്ചു വരും. അതുകൊണ്ടാണ് അതിനെ സോൾ റിഫ്രഷ്മെന്റ് പില്ലെന്ന് വിളിക്കുന്നത്. ശരിക്കും ഒരു പുതിയ ആത്മാവ് ഒരാളുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ശൈലിയിലുള്ള ഒരു ഗുളിക. ആ ദിവസം രാത്രിയിൽ എപ്പോഴാണ് മാർക്ക് ഉറങ്ങിയെന്ന് മാർക്കിന് അറിയത്തില്ല. മാർക്ക് ആ ഗുളിക ഉണ്ടാക്കാനുള്ള ടെക്നിക്കുകൾ വായിച്ച് പഠിക്കുകയായിരുന്നു. എമിലി നൽകിയ ആ ഹെർബ്സിൽ നിന്ന് മാർക്കിന് ഉണ്ടാക്കാൻ കഴിയുന്ന ഗുളികയാണ് ഈ സോൾ നറിഷ്മെന്റ് പില്ലെന്ന് പറയുന്നത്. നേരം വെളുത്തത് മുതൽ മാർക്കിന്റെ ശ്രദ്ധ പൂർണ്ണമായും ആ പിൽസ് ഉണ്ടാക്കുന്നതിലേക്കാണ്. ഏകദേശം വൈകുന്നേരമായപ്പോൾ മാർക്ക് കുറേയേറെ ഗുളികൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഈ സമയത്താണ് മാർക്കിനെ കാണാനായി സാം ഫ്രാങ്ക്ലിൻ ആ വീട്ടിലെത്തുന്നത്. സാം ഫ്രാങ്ക്ലിനൊപ്പം അയാളുടെ ശിഷ്യൻ ലാൻസും ഉണ്ട്. സാമിനെ കാണാനെത്തിയ അവരോടായി സാം ചോദിച്ചു, എന്താ മിസ്റ്റർ മാർക്ക്, എന്നെ ഒന്ന് സഹായിക്കണം. നിങ്ങൾ ഞാനെങ്ങനെ സഹായിക്കുക? മാർക്ക്, എനിക്കറിയാം മാർക്കിനെ ബ്ലാക്ക് കുടുംബം പ്രൊമോട്ട് ചെയ്യുന്ന കാര്യം. മാർക്ക്, ബ്ലാക്ക് കുടുംബത്തിന് ഒരുപാട് ബിസിനസ് ആക്ടിവിറ്റീസ് ഇവിടെ ഈ മിഡിൽ സിറ്റിയിൽ ചെയ്യാനുണ്ടാവും. അവിടെ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് എനിക്ക് നൽകാൻ മാർക്ക് മിസ് എമിലിയോടൊന്ന് പറയണം. എനിക്കറിയാം മിസ് എമിലിയോട് മാർക്ക് പറഞ്ഞാൽ ആ കാര്യം നടക്കുമെന്ന്. എമിലി ബ്ലാക്ക് പരസ്യമായിട്ട് മാർക്കിനെ ആ സ്റ്റേജിൽ ഇൻവൈറ്റ് ചെയ്യുന്നതും പ്രൊമോട്ട് ചെയ്യുന്നതും ആ കോട്ടൊക്കെ തട്ടിക്കുടയുന്നതും ഒക്കെ ടി വിയിലൂടെ എല്ലാവരും കണ്ടതാണ്. ബ്ലാക്ക് കുടുംബത്തിന്റെ അനന്തര അവകാശിയാകാൻ പോകുന്ന എമിലി ബ്ലാക്ക് ഒരാളെ അങ്ങനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ആ ആളുമായി അടുപ്പം ഉണ്ടാക്കേണ്ടതിന്റെ ആവശ്യകത ബ്രദർ സാം ഫ്രാങ്ക്ലിന് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് സാം മാർക്കിനടുത്ത് തിരിക്കുന്നു, മാർക്കിനോട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. മാർക്കിനോടുള്ള സാം ഫ്രാങ്ക്ലിന്റെ ആ ആവശ്യങ്ങൾ കേട്ടപ്പോൾ മാർക്കിന്റെ മനസ്സിൽ മറ്റൊരു ചിന്തയാണ് കടന്നു വരുന്നത്. തനിക്ക് ഒരു സപ്പോർട്ട് എന്തായാലും വേണം. അതിന് പറ്റിയ കക്ഷി ഈ ബ്രദർ സാമാണ്. അവന് കുറേ ആളുകളുണ്ട്. അവനൊരു ഗുണ്ടാത്തലവൻ മാത്രമല്ല, കുറേയേറെ ബിസിനസ് ചെയ്യുന്ന ആളുമാണ്. ഒരുപാട് സ്റ്റാഫുണ്ട്. അങ്ങനെ ഒരു ചിന്ത മാർക്കിന്റെ മനസ്സിലേക്ക് വന്നതും മാർക്ക് സാമിനോട് പറഞ്ഞു, ഓക്കെ മിസ്റ്റർ സാം, നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളെ ഞാൻ മിസ് എമിലിക്ക് റെക്കമെൻഡ് ചെയ്യാം. പക്ഷെ അതിന് പകരമായി എനിക്ക് ഒരു കാര്യം വേണം. മാർക്ക്, എന്താ വേണ്ടത് പറഞ്ഞോളൂ. എനിക്ക് നല്ല മൂല്യമുള്ള കുറച്ച് ഹെർബ്സ് വേണം. നിങ്ങൾ വിചാരിച്ചാൽ അത് സംഘടിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. ഔഷധ മേന്മയുള്ള മെഡിസിനൽ പ്ലാന്റ്സ്, അതിന്റെ വിത്ത്, കായ്, വേര്, തണ്ട് ഇവയൊക്കെ ശരിക്കും ഡിമാൻഡ് ഉള്ളതാണ്. മരുന്ന് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, മാർഷൽ ആർട്സുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ അത് കളക്ട് ചെയ്യാറുണ്ട്. അവരുടെ ശരീരത്തിന്റെ ബലം വർദ്ധിപ്പിക്കാനുള്ള മരുന്നുകൾ ഉണ്ടാക്കാൻ അവരും അത് ഉപയോഗിക്കാറുണ്ട്. ഭക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കും. സാധാരണഗതിയിലുള്ള ജിൻസെങ് വേരുകൾക്ക് 1 കിലോഗ്രാമിന് 13,000 രൂപയൊക്കെയാണ് മിനിമം വില. ആ ജിൻസെങ്ങിന്റെ പ്രായം കൂടുന്നതനുസരിച്ച് ഈ 13,000 13 ലക്ഷമാകാനും സാധ്യതയുണ്ട്. 1 വർഷം പഴക്കമുള്ള ജിൻസിങ്ങിന്റെ വാല്യൂ അല്ല 10 വർഷം പഴക്കമുള്ള ജിൻസിങ്ങിന്, അതല്ല 100 വർഷം പഴക്കമുള്ള ജിൻസിങ്ങിന്. 500 വർഷത്തോളം ആയുസ്സുള്ള ജിൻസിങ് പോലും പല മേഖലയിലുമുണ്ട്. അതൊക്കെ തീപിടിച്ച വിലയാണ്. ഒരു ജിൻസിങ്ങിന്റെ പ്രായം വർദ്ധിക്കുന്നതനുസരിച്ച് അതിൽ നിന്ന് ലഭിക്കുന്ന ഔഷധത്തിന്റെ മൂല്യവും വർദ്ധിക്കും. അതുകൊണ്ടാണ് ആ ചെടിക്ക് ശരിക്കും ഡിമാൻഡ് ഉള്ളത്. ഔഷധ മേഖലയിലെ എല്ലാ സസ്യങ്ങൾക്കും ആ ശൈലിയിലുള്ള ഒരു ഡിമാൻഡ് ഉണ്ട്. ആ കാര്യം സാമിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ സാം മാർക്കിനോട് പറഞ്ഞു, മിസ്റ്റർ മാർക്ക്, എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ അത് ചെയ്തു തരാം. അങ്ങനെ സാം പറയുമ്പോഴേക്കും ആ വീട്ടിലേക്ക് 2 പേര് കൂടി കടന്നു വന്ന ആളുകളെ കണ്ടപ്പോൾ മാർക്ക് അവരോട് ചോദിച്ചു, എന്താ ഇവിടെ? അതിന് മറുപടി പറഞ്ഞുകൊണ്ട് റീത്ത സൺ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, പുതിയ വീട്ടിലേക്ക് താമസം മാറ്റിയപ്പോ എന്നോട് കൂടി ഒന്ന് പറയാത്തത്? നമ്മുടെ വീടിനേക്കാൾ വലിപ്പമുണ്ടല്ലേ ഈ വീടിന്? അവന്റെ പഴയ അമ്മായി അമ്മ റീത്ത സൺ വാതോരാറങ്ങ് സംസാരിക്കുകയാണ്. റീത്തയ്ക്കൊപ്പമുള്ള യാനിമ ശരിക്കും സെക്സി ആയിട്ടുള്ള ഒരു ഡ്രസ്സാ ധരിച്ചിരിക്കുന്നത്. ഷോർട്ട് മിഡിയും വളരെ എക്സ്പോസിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പുമാണ് അവളുടെ വേഷം. അവൾ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന യാനിയുടെ കണ്ണ് ആ ഹാളിലേക്ക് അങ്ങനെ പരന്നു കിടക്കുകയാണ്. വളരെ വിശാലമായ ഒരു ഹാളാണ് ആ അപ്പാർട്ട്മെന്റിന്റെ പ്രത്യേകത. 3 ബെഡ്റൂമുള്ള വിശാലമായ ആ ഫ്ലാറ്റിൽ അതിമനോഹരമായ ഒരു അടുക്കളയുമുണ്ട്. ഡൈനിങ് ഹാളും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. സൺ കുടുംബത്തിന്റെ വസതി അപേക്ഷിച്ച് വലിപ്പമുള്ള, ഭംഗിയുള്ള, മോഡേൺ
ഫർണിച്ചറുള്ള ആ അപ്പാർട്ട്മെന്റിലെ ഓരോ കാര്യങ്ങളും കൗതുകപൂർവ്വം നോക്കുകയാണ് യാനിമ. അത് കണ്ടതും റീത്ത യാനിമയോട് പറഞ്ഞു, യാനിമ ബെഡ്റൂം നോക്കിയേ. അങ്ങനെ അവളുടെ അമ്മ പറഞ്ഞതും യാനിമ ബെഡ്റൂമിലേക്ക് നടന്നു. ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്ന മാർക്ക് പെട്ടെന്ന് ഓടി ആ ബെഡ്റൂമിന്റെ മുന്നിലേക്ക് വന്നു. ഏയ്, നിങ്ങൾ എവിടേക്കാ പോകുന്നത്? മാർക്ക് മാറി നിൽക്കേ, ബെഡ്റൂമൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ശരിക്കും ആ വീട്ടിൽ അവർക്ക് അധികാരമുണ്ടെന്ന് മാർക്കിനെ ബോധ്യപ്പെടുത്തുന്ന ശൈലിയിൽ റീത്തയും റീത്തയുടെ മകൾ യാനിമയും ആ മുറിയിലൊക്കെ കയറി നോക്കിയാണ്. മാർക്ക്, അടിപൊളി ബെഡ്റൂമാണല്ലോ, നല്ല ഷെൽഫൊക്കെ ആണല്ലോ, കൊള്ളാലോ. ഇവിടെയും ടി വി വെച്ചിട്ടുണ്ടോ? ആ ബെഡ്റൂമിലെ ചുവരിൽ ഒരു ടി വി ഉണ്ട്. അത് നോക്കിക്കൊണ്ടാണ് റീത്ത ആ ഡയലോഗ് പറഞ്ഞത്. ശരിക്കും ആ രണ്ട് സ്ത്രീകളും ഓരോ മുറിയും കയറി ഇറങ്ങി അങ്ങനെ നോക്കുമ്പോൾ മാർക്കിനാണെങ്കിൽ വല്ലാതൊരു അസ്വസ്ഥ വരികയാണ്. പെട്ടെന്ന് മാർക്കിനെ ഒന്ന് നോക്കിയിട്ട് റീത്ത യാനിമയോട് പറഞ്ഞു, യാനിമ, മാർക്കിന് വെള്ളം വേണമെന്ന് തോന്നുന്നു. കേട്ട മാത്രയിൽ യാനിമ നേരെ ഡൈനിങ് റൂമിലേക്ക് നടന്നു. അവിടെ ടേബിളിന്റെ പുറത്ത് വെള്ളം ഇരിപ്പുണ്ട്. അവൾ ഒരു ഗ്ലാസ്സിലേക്ക് ആ വെള്ളം പകർന്നിട്ട് ആ വെള്ളവുമായി മാർക്കിനടുത്തേക്ക് വന്നു. ആ വെള്ളം അവൾ മാർക്കിന് കൊടുക്കുമ്പോൾ അറിയാതെ അവളുടെ കയ്യിൽ നിന്ന് ആ ഗ്ലാസ് തെന്നിപ്പോയി വീഴുന്ന ശൈലിയിൽ ഒരു ആക്ഷൻ പ്ലാൻ ചെയ്താണ് യാനിമ അവിടെ എത്തിയിരിക്കുന്നത്. യാനിമയുടെ കയ്യിൽ നിന്ന് ആ ഗ്ലാസ് ഒന്ന് വഴുതിയതും സ്വാഭാവികമായിട്ട് യാനിമയും ഒന്ന് തെന്നി വീഴുന്ന യാനിമയെ മാർക്ക് പിടിക്കും. ആ രംഗമാണ് അവർ പ്രാക്ടീസ് ചെയ്ത് എത്തിയിരിക്കുന്നത്. റീത്തയും യാനിമയും വീട്ടിൽ വെച്ച് പ്രാക്ടീസ് ചെയ്ത് ഉറപ്പിച്ചിരിക്കുന്ന ആ രംഗമാണ് അവിടെ അവർ ഇതാ അവതരിപ്പിക്കുന്നത്. യാനിമ റീത്തയുടെ നിർദ്ദേശമനുസരിച്ച് ആ ഗ്ലാസ് മാർക്കിന് കൊടുക്കുന്ന ആ നിമിഷത്തിൽ അവളുടെ കയ്യിൽ നിന്ന് ആ ഗ്ലാസ് ഒന്ന് വീണുപോയി. ആ ഗ്ലാസ് പിടിക്കാനായി അവളൊന്ന് കുനിഞ്ഞതും അവളൊന്ന് തെന്നുകയാണ്. ശരിക്കും അവൾ താഴേക്ക് വീഴാൻ പോവുകയാണ്. സ്വാഭാവികമായിട്ടും ആ നിമിഷത്തിൽ അടുത്ത് നിൽക്കുന്ന പുരുഷൻ ആ വീഴുന്ന സ്ത്രീയെ ഒന്ന് താങ്ങണം. ആ പുരുഷൻ മാർക്കാണ്. മാർക്ക് അവളെ താങ്ങുന്നതിന് ചെയ്യും. ആ കാര്യം റീത്തയ്ക്കും അതുപോലെ യാനിമയ്ക്കും അറിയാം. പക്ഷെ സംഭവിച്ചത് ലേശം വ്യത്യാസമുള്ള ഒരു കാര്യമാണ്. യാനിമ ഒന്ന് തെന്നുന്ന കണ്ടതും മാർക്ക് പുറകോട്ടങ്ങ് മാറി. മാർക്ക് 2-3 സ്റ്റെപ്പ് പുറകോട്ട് മാറിയതും വെട്ടിയിട്ട വാഴ താഴെ വീഴുന്ന പോലെ യാനിമ ഒരു ശബ്ദത്തോടുകൂടി താഴേക്കങ്ങ് വീണു. ശരിക്കും അവൾ മൂടിടിച്ചങ്ങ് താഴെ വീഴുകയായിരുന്നു. മാർക്ക് അവളെ താങ്ങുമെന്ന് കരുതി അവളുടെ ബാലൻസും തെറ്റിച്ചതാണ്. അപ്രതീക്ഷിതമായി മാർക്ക് അങ്ങ് മാറിയതും അവളങ്ങ് താഴേക്ക് വീഴുകയായിരുന്നു. താഴെ വീണുപോയി യാനിമയുടെ അടുത്തേക്ക് ഓടിയെത്തിയ റീത്ത ഒരു പരുവത്തിൽ യാനിമയെ പൊക്കിയെടുത്തു. മാർക്ക്, നീ എന്താ അവളെ പിടിക്കാത്തെ? ഞാനെന്തിനാ അവളെ പിടിക്കണം? അവൾ മനഃപൂർവ്വം വീണതല്ലേ. തങ്ങൾ കാണിച്ച ആ കള്ളത്തരം കൈയോടെ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ യാനിമ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ ഇത്രയ്ക്കങ്ങ് മാറിയോ? എന്നെ ഒന്ന് തൊടാൻ വേണ്ടി എൻ്റെ പുറകെ ഒരുപാട് മണപ്പിച്ച് നടന്നവനല്ലടാ നീ. അവളുടെ സ്വഭാവം അതിൻ്റെ പൂർണ്ണതയിൽ പതുക്കെ പുറത്തു വരികയാണ്. അത് കണ്ടതും മാർക്ക് അവളോട് പറഞ്ഞു, നോക്ക്, ഈ വീട്ടിൽ വലിഞ്ഞു കയറി വന്ന് വൃത്തികേട് പറയാനാണ് നീ ഭാവിക്കുന്നതെങ്കിൽ നീ എൻ്റെ കയ്യിൽ നിന്ന് തല്ല് വാങ്ങിക്കും. ആദ്യമായിട്ടാണ് ഈ ശൈലിയിൽ മാർക്ക് അവളോട് സംസാരിക്കുന്നത്. അത് കേട്ടതും അവൾ മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, നീ മിസ്റ്റർ സാം ഫ്രാങ്കിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ തല്ല് മറന്നുപോയി കാണും. നിനക്ക് വീണ്ടും ഒരു തല്ലിന്റെ ആവശ്യമുണ്ട്. പെട്ടെന്ന് തന്റെ പേര് അവിടെ വലിച്ചിഴക്കപ്പെട്ടത് കേട്ടതും ആ രംഗത്തിനൊക്കെ സാക്ഷിയായി നിൽക്കുന്ന സാം ഫ്രാങ്കും അയാളുടെ ശിഷ്യൻ ലാൻസും അമ്പരപ്പോടെ ആ സ്ത്രീകളെ തന്നെ അന്തപ്പെട്ട് നോക്കുകയാണ്. മാർക്കിന്റെ മുഖത്ത് പുഞ്ചിരി വിരിയുന്ന കണ്ടതും യാനിമ മാർക്കിനോട് പറഞ്ഞു, നീ ചിരിക്കുന്നു വേണ്ട, ഞാനിപ്പോ ആ സാം ഫ്രാങ്കിനെ വിളിക്കാം. സാം ഫ്രാങ്കിന്റെ കയ്യിൽ നിന്ന് 2 കിട്ടിയാലേ നീ നന്നാവത്തുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ട് യാനിമ ഫോൺ എടുത്തതും മാർക്ക് യാനിമയോട് പറഞ്ഞു, നീ ഫോൺ വിളിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല, നിനക്ക് പറയാനുള്ളത് നേരിട്ടങ്ങ് പറഞ്ഞു. മാർക്ക് അങ്ങനെ പറഞ്ഞിട്ട് സാം ഫ്രാങ്കിനെ നോക്കിയപ്പോ യാനിമയും സാം ഫ്രാങ്കിനെ നേരെ നോക്കി. മാർക്ക്, നീ എന്താ പറഞ്ഞേ? യാനിമ, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? നീ വിളിക്കാൻ ഉദ്ദേശിച്ച ആ സാം ഫ്രാങ്കിലെ അത് ഇദ്ദേഹമാണ്. ഇദ്ദേഹം? ഞാൻ ഉദ്ദേശിച്ചത് ബ്രദർ സാം എന്ന് പറയുന്ന സാം ഫ്രാങ്കിനെയാണ്. നീ മറന്നുപോയോ? തല്ല് കിട്ടിയപ്പോ നീ എല്ലാം മറന്നു തോന്നുന്നു. അങ്ങനെ പറഞ്ഞിട്ട് അവൾ വീണ്ടും ഫോൺ എടുത്തതും സാം ഫ്രാങ്കിന്റെ പുറകിൽ നിൽക്കായിരുന്ന ലാൻസ് യാനിമയോട് പറഞ്ഞു, നിനക്ക് ബ്രദർ സാമിനെ മനസ്സിലായില്ലേ?
ഇതാണ് ബ്രദർ സാം. ഇദ്ദേഹമാണ് സാക്ഷാൽ സാം ഫ്രാങ്ക്. ലാൻസ് ശരിക്കും ഒരു നല്ല ബോഡി ബിൽഡറാണ്. അയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ യാനിമയ്ക്ക് ഒരു സംശയം. ഈ സമയത്ത് ഇത്രയും നേരം നിശബ്ദമായി നിന്ന റീത്തയ്ക്ക് എന്തോ ഒരു അസ്വസ്ഥ ഫീൽ ചെയ്തു. റീത്തയും യാനിമയും നോക്കിയ സാം ഫ്രാങ്ക് പതുക്കെ അവരുടെ നേരെ നടന്നു തുടങ്ങി. അയാൾ മുന്നോട്ട് നടക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള ഗുണ്ടാ തലവൻ ബ്രദർ സാം പതുക്കെ പതുക്കെ അയാളുടെ മുഖത്ത് ദൃശ്യമായി തുടങ്ങിയാണ്. അയാൾ ഒരു മാഫിയ തലവനാണെന്ന് പെട്ടെന്ന് അയാളുടെ മാറുന്ന മുഖഭാവം വിളിച്ചു പറയുന്നുണ്ട്. അയാളുടെ തൊട്ടുപുറകെ സാക്ഷാൽ ലാൻസുമുണ്ട്. അവർ രണ്ടുപേരും ആ രണ്ട് സ്ത്രീകൾ നേരെ നടന്നു വരുന്ന കണ്ടതും റീത്ത യാനിമയുടെ കയ്യിൽ പിടിച്ചു. യാനിമ, നമുക്ക് പോവാം. അങ്ങനെ പറഞ്ഞിട്ട് റീത്ത യാനിമയും വലിച്ചുകൊണ്ട് പുറത്തേക്ക് ഒരു ഒറ്റ ഓട്ടം. ശരിക്കും റീത്ത യാനിമയും കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടില്ലെങ്കിൽ തല്ല് വാങ്ങുമെന്നൊരു തോന്നൽ റീത്തയ്ക്ക് ഉണ്ടായിരുന്നു. ആ ഓടിപ്പോകുന്ന സ്ത്രീകളെ കൗതുകപൂർവ്വം നോക്കി നിൽക്കുകയാണ് മാർക്ക്. മാർക്കിന്റെ മുഖത്തെ പുഞ്ചിരി കണ്ടതും ബ്രദർ സാം എന്ന സാം ഫ്രാങ്ക് മാർക്കിനോട് ചോദിച്ചു, മിസ്റ്റർ മാർക്ക്, ഞാൻ അവരുടെ കാര്യത്തിൽ ഇടപെടണോ? ഹേയ്, അത് വേണ്ട. അവരുടെ കാര്യത്തിൽ എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. മാർക്ക് സൺ കുടുംബത്തെ നേരിടേണ്ടത് എങ്ങനെയാണെന്ന് ഒരു പ്ലാൻ മനസ്സിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. മാർക്ക് അങ്ങനെ പറഞ്ഞതും സാമും ട്രാൻസും യാത്ര പറഞ്ഞ് പുറത്തിറങ്ങി. സാമും ട്രാൻസും പോയി കഴിഞ്ഞതും മാർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യാൻ തുടങ്ങിയാണ്. അന്ന് വൈകുന്നേരം മുതൽ പിറ്റേ ദിവസം വൈകുന്നേരം വരെ മാർക്ക് കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്തപ്പോൾ മാർക്ക് ഉണ്ടാക്കിയെടുത്തത് 20 സോൾ നറിഷിംഗ് പില്ലുകളാണ്. ആ ഗുളികകൾ കംപ്ലീറ്റ് ആയതും മാർക്ക് സാം ഫ്രാങ്കിനെ വിളിച്ചു. മാർക്ക് വിളിച്ചതും ബ്രദർ സാം ഉടൻ തന്നെ മാർക്കിന്റെ വസതിയിൽ ഓടിയെത്തി. എമിലി ബ്ലാക്കുമായി മാർക്ക് സംസാരിച്ചു കാണുമെന്ന ധാരണയിലാണ് ബ്രദർ സാം ഓടി അവിടെ എത്തിയത്. അവിടെ എത്തിയ സാം ഫ്രാങ്കിനോടായി മാർക്ക് പറഞ്ഞു, ഏയ് സാം, ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഗുളികകൾ തരാം. ആ ഗുളികയെ വിളിക്കുക സെൽഫ് നറിഷ്മെന്റ് പില്ലെന്നാണ്. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് അയാൾ ഉണ്ടാക്കിയ ആ ഗുളികകൾ അവരുടെ മുന്നിലുള്ള ടേബിളിന്റെ മുകളിൽ വെച്ചു. ശരിക്കും ആ ഡൈനിങ് ടേബിളിന്റെ മുകളിലേക്ക് ആ ഗുളികകൾ വെച്ചപ്പോൾ മാർക്കും ട്രാൻസും കൗതുകപൂർവ്വം ആ മേശപ്പുറത്തിരിക്കുന്ന ഗുളിയിലേക്ക് തന്നെ അങ്ങനെ നോക്കുകയാണ്. കറുത്ത നിറത്തിലുള്ള 20 ഗുളികകളാണ് മേശപ്പുറത്തിരിക്കുന്നത്. ആ ഗുളികളിലേക്ക് നോക്കി നിൽക്കുന്ന സാമിനോടായി മാർക്ക് പറഞ്ഞു, മിസ്റ്റർ സാം, ഈ പിൽസ് നിങ്ങൾക്ക് എന്ത് വിലയ്ക്ക് വേണമെങ്കിലും വിൽക്കാം. മാർക്ക് പറയുന്ന കാര്യം കൗതുകപൂർവ്വം കേട്ട് നിൽക്കുകയാണ് ബ്രദർ സാമും അയാളുടെ ശിഷ്യൻ ലാൻസും. പക്ഷെ നിങ്ങൾ എനിക്ക് ഓരോ ഗുളികയ്ക്കും $5000 വീതം നൽകിയാൽ മതി. മാർക്ക് എന്താ പറഞ്ഞേ? $5000? അത് ഭയങ്കര വിലയല്ലേ? നോക്കൂ സാം ഫ്രാങ്ക്, ഈ പിൽസ് നിങ്ങൾക്ക് എന്തു വിലയ്ക്ക് വേണമെങ്കിലും വിൽക്കാം. ഇതൊരു സോൾ നറിഷ്മെന്റ് പില്ലാണ്. സെക്ഷൽ എബിലിറ്റി നഷ്ടമാകുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരുടെ കയ്യിൽ പണവുമുണ്ട്. അവർക്ക് നിങ്ങൾക്ക് ഈ ഗുളിക വിൽക്കാം. പിന്നെ ആരോഗ്യം ക്ഷയിച്ചു പോയ ഒരുപാട് ആളുകളുണ്ട്. അവർക്കും ഈ ഗുളിക വിൽക്കാം. എന്ത് വിലയ്ക്ക് വിൽക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. എന്തു വിലയ്ക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വിൽക്കാം. ഈ 20 ഗുളിക ഞാനിപ്പോൾ നിങ്ങൾക്ക് തരികയാണ്. ഈ 20 ഗുളികയ്ക്കും ചേർന്ന് എനിക്ക് വേണ്ടത് $1,00,000. സാം ഫ്രാങ്കിനോട് മാർക്ക് അങ്ങനെ തീർത്തു പറഞ്ഞതും സാം ഫ്രാങ്ക് പെട്ടെന്ന് തന്നെ അയാളുടെ അക്കൗണ്ടിൽ നിന്ന് മാർക്കിന്റെ അക്കൗണ്ടിലേക്ക് $1,00,000 ട്രാൻസ്ഫർ ചെയ്തു. സാം ഫ്രാങ്ക് ആ മിഡിൽ സിറ്റിയിൽ അത്യാവശ്യം ബിസിനസ് ഒക്കെ റൺ ചെയ്യുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ നയിക്കുന്ന ആളാണ്. അയാളൊരു മാഫിയ ഡോൺ മാത്രമല്ല, ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ്. സാം ഫ്രാങ്ക് പണം ട്രാൻസ്ഫർ ചെയ്തത് കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞ മാർക്ക് ആ 20 ഗുളികളും ഒരു പാക്കറ്റിലാക്കി സാം ഫ്രാങ്കിന്റെ കയ്യിലേക്ക് കൊടുത്തു. ആ ഗുളിയുമായി കാറിലേക്ക് കയറി ആ ഡ്രാഗൺ പാരഡൈസിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ സാം ഫ്രാങ്ക് ട്രാൻസിനോട് പറഞ്ഞു, ട്രാൻസ്, ഇത് വലിയ ചതിയായി പോയി. ബ്രദർ സാം, എനിക്കും തോന്നിയത്. നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഏയ് ട്രാൻസ്, എന്താ ഇവിടെ സംഭവിച്ചെന്ന് എനിക്ക് മനസ്സിലായി. നമ്മളെ ഭീഷണിപ്പെടുത്തി മാർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് $1,00,000 വാങ്ങിച്ചെടുത്തതാണ്. ശരിക്കും നമ്മൾ ചെയ്യുന്ന ഗുണ്ടാ പരിപാടിയുടെ വേറൊരു ശൈലി. ബ്ലാക്ക് കുടുംബത്തിന്റെ തണലുള്ളത് കൊണ്ട് നമുക്ക് മാർക്കിനെ ഒന്നും ചെയ്യാനും പറ്റില്ല. അത് കേട്ടതും ട്രാൻസ് സാമിനോട് പറഞ്ഞു, ബ്രദർ സാം, അപ്പൊ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഗുളിക നമുക്ക് വലിച്ചെറിഞ്ഞാലോ? ഏയ്, അത് വേണ്ട. മാർക്ക് നമുക്കിട്ട് പണിതതാണ്. ഇതേ ശൈലിയിൽ നമുക്ക് വേറെ ആളുകൾക്കിട്ട് പണിയാം. എന്തായാലും നമ്മുടെ കയ്യിൽ നിന്ന് പോയ $1,00,000 നമുക്ക് തിരിച്ചു കിട്ടണം. അത്രയല്ലേ ഉള്ളൂ.
നമുക്ക് 20 പേരെ കണ്ടുപിടിക്കാം, 20 പേരെ ഇതേ ശൈലിയിൽ ഭീഷണിപ്പെടുത്തി നമുക്ക് പണം വാങ്ങാം. അങ്ങനെ അവർ തീരുമാനിച്ചതും അതിന് ഒരു ധാരണയായി. എന്തായാലും 20 ഗുളിക ഞാൻ വിൽക്കുന്നില്ല, 19 എണ്ണേ വിൽക്കുന്നുള്ളൂ, ഒരെണ്ണം ഞാൻ വെച്ചേക്കാം. അങ്ങനെ പറഞ്ഞിട്ട് സാം ഒരു ഗുളിക അയാളുടെ പോക്കറ്റിലോട്ട് എടുത്തിട്ടു. ബാക്കി 19 എണ്ണം ശരിക്കും അമൂല്യമായ മരുന്നാണെന്ന് പറഞ്ഞ് സാം ഫ്രാങ്കും ട്രാൻസും ചേർന്ന് അടുത്ത 2 മണിക്കൂർ കൊണ്ട് ടൗണിലെ പ്രമുഖരായ ആളുകൾക്ക് വിൽക്കുകയും ചെയ്തു. കുറച്ചൊക്കെ മാർഷൽ ആർട്സുമായി ബന്ധപ്പെട്ട ചില ആളുകൾക്കും ആ ഗുളിക അവർ വിറ്റു. ചിലതൊക്കെ വൻ പണക്കാർക്കാണ്. ആ 19 ഗുളികയും വിറ്റ് കഴിഞ്ഞ സാം ഫ്രാങ്ക് വീട്ടിൽ മടങ്ങി എത്തുമ്പോൾ അവന്റെ പോക്കറ്റിൽ ബാലൻസ് ഉള്ളത് ഒരേ ഒരു ഗുളികയാണ്. എന്തായാലും ആ ഗുളിക കഴിച്ചു നോക്കാമെന്ന് സാം അങ്ങ് കരുതി. സാം ആ ഗുളികയും കഴിച്ചാണ് കിടന്നുറങ്ങിയത്. ആ ഗുളികയും കഴിച്ചുറങ്ങിയ സാം ഉണരുമ്പോൾ വല്ലാത്തൊരു ഉന്മേഷം, ശരിക്കും അയാളുടെ ബോഡിക്ക് നല്ലൊരു ചുറുചുറുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എണീറ്റപ്പോൾ മുതൽ ഒരു ഫ്രഷ്നെസ് ബോഡിയിലും മനസ്സിലും മുഖത്തൊക്കെ ഫീൽ ചെയ്യാണ്. അപ്പൊ പെട്ടെന്ന് സാമിനൊരു സംശയം, ഇനി തലേദിവസം മാർക്ക് നൽകിയ ആ ഗുളിക കഴിച്ചത് കൊണ്ടാണോ അങ്ങനെ സംഭവിച്ചത്? അയാള് ഫ്രഷായി പുറത്തിറങ്ങുമ്പോൾ അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ച അയാൾ കാണുന്നത്, അയാളുടെ വീടിന്റെ പുറത്തായി 2 വലിയ ക്യൂ. ഏകദേശം ഒരു 100-400 ആളുകൾ അവിടെ ക്യൂ നിൽക്കുകയാണ്. ആളുകൾ അയാളുടെ വീടിന് ചുറ്റും അങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുന്ന കണ്ടപ്പോൾ മാർക്ക് ട്രാൻസിനോട് തിരക്കി, ഏയ് ട്രാൻസ്, എന്താ സംഭവം? ബ്രദർ സാം, അവർ വന്നിരിക്കുന്നത് ഇന്നലത്തെ ആ ഗുളിക കൊണ്ടെന്ന് ചോദിച്ചിട്ടാണ്. അങ്ങനെ ട്രാൻസ് പറഞ്ഞപ്പോഴേക്കും ക്യൂ നിൽക്കുന്ന ആളുകൾ ഉറക്കെ വിളിച്ചു പറയുകയാണ്, ബ്രദർ സാം, ആ ഗുളിക എനിക്കൊരു 100 എണ്ണം വേണം. ബ്രദർ സാം, ഞാൻ എത്ര പണം വേണമെങ്കിലും മുടക്കാം, ഗുളിക എനിക്കും വേണം. ആളുകൾ വൻ തോതിൽ ഡിമാൻഡുമായി അങ്ങനെ ക്യൂ നിൽക്കുന്ന കണ്ടതും ബ്രദർ സാമിന്റെ കിളി പോയതുപോലെയായി. ബ്രദർ സാം പെട്ടെന്ന് തന്നെ ട്രാൻസുമായി മാർക്കിന്റെ വസതിയിലെത്തി. മാർക്കിനെ കണ്ടതും ബ്രദർ സാം മാർക്കിനോട് പറഞ്ഞു, മാർക്ക്, ആ ഗുളിക ഇനിയുണ്ടോ? എത്ര ഗുളിക വേണം? മാർക്ക്, എത്ര തന്നാലും ഞാൻ വാങ്ങിച്ചോളാം, ആ ഗുളിക ഞാൻ തരാം. പക്ഷേ വില നേരത്തെ പറഞ്ഞതല്ല. നേരത്തെ ഒരു ഗുളികയ്ക്ക് ഞാൻ $5000 വിലയിട്ടത്. ഇപ്പോ വില ഒന്ന് കൂടി. ഇപ്പോ എനിക്ക് വേണ്ടത് ഒരു ഗുളിക ഒന്നിന് $1,00,000. നേരത്തെ 20 ഗുളിക $1,00,000 കൊടുത്ത മാർക്ക് ഇതാ ഓരോ ഗുളികയ്ക്കും $1,00,000 വിലയിടുകയാണ്. അത്രയും വിലയുള്ള ഗുളിക വാങ്ങാൻ താല്പര്യമുള്ളവർ മാത്രം വാങ്ങിച്ചാൽ മതി എന്നാണ് മാർക്കിന്റെ അഭിപ്രായം. മാർക്ക്, അത് കൊള്ളയല്ലേ? നോക്ക് മിസ്റ്റർ സാം ഫ്രാങ്ക്, നിങ്ങൾക്ക് ഈ ഗുളിക വാങ്ങിച്ച് വിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ വേറെ ആർക്കെങ്കിലും കൊടുത്തോളാം. അത് വേണ്ട, ഞാൻ വാങ്ങിച്ചോളാം. ഇപ്പൊ എത്ര ഗുളികയുണ്ട്? ഇപ്പൊ എന്റെ കയ്യിൽ ഗുളികയില്ല. 2 ദിവസം കഴിയുമ്പോൾ ഞാനൊരു 400 ഗുളിക നിങ്ങൾക്ക് തരാം. അതിന്റെ പണം സംഘടിപ്പിച്ചു വയ്ക്കും. $1,00,000 വീതമുള്ള 400 ഗുളിക എന്ന് പറയുമ്പോൾ $400 ലക്ഷം ആണ്. $10 ലക്ഷം എന്ന് പറയുമ്പോൾ $1 മില്യനാണ്. $40 മില്യൺ ഒരു ഓർഡറാണ് സ്വാഭാവികമായിട്ടും ഇപ്പോ മാർക്കിന് കിട്ടിയിരിക്കുന്നത്. മാർക്ക് പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായി ആ സെൽഫ് നറിഷ്മെന്റ് പില്ലിനെ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. മാർക്ക് പറഞ്ഞ വിലയ്ക്ക് ആ ഗുളിക വാങ്ങാൻ തയ്യാറാണെന്ന് സമ്മതിച്ചതും മാർക്ക് ഗുളിക നിർമ്മിക്കുന്നതിനുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായി മാർക്കറ്റിലോട്ട് ഇറങ്ങി. ഇപ്പൊ മാർക്കിന്റെ അക്കൗണ്ടിൽ $1,00,000 ഉണ്ട്. നേരത്തെ സാം ഫ്രാങ്ക് കൊടുത്ത ആ പണം അത്യാവശ്യം പർച്ചേസ് നടത്താൻ പറ്റുന്ന അളവിലുണ്ട്. അന്ന് ഏകദേശം വൈകുന്നേരം ആയപ്പോൾ മാർക്ക് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. വൻതോതിലൊരു പർച്ചേസാണ് മാർക്ക് നടത്തിയിരിക്കുന്നത്. അപൂർവങ്ങളായ ഔഷധ സസ്യങ്ങളൊന്നും സെൽഫ് നറിഷ്മെന്റ് പില്ല് ഉണ്ടാക്കാൻ ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ പർച്ചേസ് നടത്താൻ മാർക്കിന് അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ആ പർച്ചേസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മാർക്ക് വീട് പൂട്ടി പുറത്തേക്ക് ഇറങ്ങി. മാർക്ക് ആ പർച്ചേസുമായി ബന്ധപ്പെട്ട് ഒരു യാത്ര നടത്തിയപ്പോൾ ഒരു സ്ഥലം നേരത്തെ കണ്ടിരുന്നു. ശരിക്കും ശാന്തമായ ഒരു സ്ഥലം. ആ സ്ഥലം ഒരു മലയുടെ താഴ്വാരമാണ്. ആ താഴ്വാരത്ത് ഇഷ്ടംപോലെ സ്പിരിച്വൽ എനർജി ഉള്ളത് മാർക്കിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ടാണ് ആ രാത്രിയിൽ മാർക്ക് അവിടേക്ക് തിരിച്ചത്. വളരെ ശാന്തമായ ആ മലയുടെ താഴെ എത്തിയ മാർക്ക് ഒരു പാറയുടെ മുകളിലേക്ക് കയറി കാലുകൾ ക്രോസ് ചെയ്ത് കണ്ണടച്ച് പതുക്കെ ശ്വസിക്കാൻ ആരംഭിച്ചു. മാർക്ക് അവന്റെ ബ്രീത്തിങ് എക്സസൈസ് ആരംഭിച്ചതോടുകൂടി ചുറ്റുഭാഗത്ത് നിന്ന് സ്പിരിച്വൽ എനർജി സാവധാനം അങ്ങോട്ട് ഒഴുകി തുടങ്ങി. അല്പം മാറി നിന്ന് നോക്കുന്ന ഒരാൾക്ക് കുറച്ച് കഴിയുമ്പോൾ രസകരമായ ഒരു കാഴ്ച അവിടെ കാണാൻ പറ്റും. എല്ലാ ഭാഗത്തു നിന്നും
സ്പിരിച്വൽ എനർജി മാർക്ക് ഇരിക്കുന്ന ഭാഗത്തേക്ക് ഒഴുകി വരുമ്പോൾ പതുക്കെ മാർക്കിന് ചുറ്റുമായി ഒരു വലയം രൂപം കൊള്ളുകയാണ്. വായുവിനെ നമ്മളൊരു പോയിന്റിലേക്ക് വലിക്കുമ്പോൾ ആ വായു എല്ലാ ഭാഗത്തുനിന്ന് അങ്ങോട്ട് വരുമ്പോൾ സംഭവിക്കുന്നത് പോലെ ഒരു ചുഴി. മാർക്കിന് ചുറ്റും കറങ്ങുന്ന ആ ചുഴി അവസാനിക്കുന്നത് മാർക്കിന് ഉള്ളിലേക്കാണ്. മാർക്ക് ആ ചുഴിയിൽ നിന്ന് സ്പിരിച്വൽ എനർജി അങ്ങനെ റിസീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ണടച്ച് മാർക്ക് ആ ബ്രീതിങ് എക്സസൈസ് അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്റെ വസതിയിൽ നിന്ന് റിച്ചാർഡ് ഊ എന്ന അങ്കിൾ ഊ ചിൽഷെയറിലേക്ക് യാത്ര തിരിച്ചു. 2 ദിവസം മാർക്കും എമിലിയും പറഞ്ഞനുസരിച്ച് അയാളുടെ വസതിയിൽ വെയിറ്റ് ചെയ്യായിരുന്നു അങ്കിൾ ഊ. ഒരു കുഴപ്പവും അയാൾക്ക് ഇല്ലാത്തത് കൊണ്ട് അയാള് ചിൽഷെയറിലേക്ക് പോകാൻ തീരുമാനിച്ചതാണ്. ചിൽഷെയറിലേക്ക് അയാൾ യാത്ര ചെയ്യുമ്പോൾ അയാൾ ഭയങ്കര സന്തോഷത്തിലാണ്. എമിലി ആവശ്യമില്ലാതെയാണ് ആ മാർക്കിനെ പ്രൊട്ടക്ട് ചെയ്യുകയും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നത്. എന്ത് കണ്ടിട്ടാണോ എമിലി ഈ ശൈലിയിൽ പെരുമാറുന്നത്. അങ്ങനെ ഊ പറഞ്ഞപ്പോ ഊവിനൊപ്പമുള്ള ഊവിന്റെ ഡ്രൈവറും ഊവിനോട് അത് തന്നെ പറഞ്ഞു. അതെ സാർ, എനിക്കും അതങ്ങനെയാ തോന്നിയത്. വെറുതെയാണ് മിസ് ബ്ലാക്ക് ആ മാർക്കിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ആരും കേട്ടിട്ടില്ലാത്ത, ആർക്കും അറിയാത്ത അവൻ വലിയ സംഭവമാണെന്നൊക്കെയാണ് മിസ് എമിലി പറയുന്നത്. മിസ് എമിലിയെ കുറിച്ച് അങ്ങനെ അവർ രണ്ടുപേരും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഊവിന്റെ നെഞ്ചിൽ ഒരു ചെറിയ തരിപ്പ് അനുഭവപ്പെട്ടു. ഒരു വേദന. അയാളുടെ നെഞ്ചിൽ ആരോ സൂചി കൊണ്ട് കുത്തുന്നത് പോലെ ഒരു ഫീലാണ് അയാൾക്ക് അനുഭവപ്പെട്ടത്. അങ്ങനെ ഫീൽ ചെയ്തപ്പോ അയാളുടെ നെഞ്ചിലൊന്ന് അമർത്തി പിടിച്ചു. സാർ എന്താ എന്താ കുറച്ച് വെള്ളമുണ്ടോ? അങ്ങനെ ചോദിച്ചതും വാഹനം നിർത്തി ഡ്രൈവർ വെള്ളം ഊവിന് കൊടുത്തു. വെള്ളം കുടിച്ചു. പിന്നെയും വാഹനം പതുക്കെ മൂവ് ചെയ്ത് തുടങ്ങി. സാർ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ല. വാഹനം ഏകദേശം ഒരു 5 മിനിറ്റ് മൂവ് ചെയ്ത് കാണും. പെട്ടെന്ന് ഊവിന് പിന്നെ ഒരു പെയിൻ അനുഭവപ്പെട്ടു. നേരത്തെ 2-3 സൂചി കൊണ്ട് കുത്തുന്ന പോലുള്ള വേദനയാണ് അനുഭവപ്പെട്ടെങ്കിൽ ഇപ്പോ ഒരു ഡസൻ അല്ലെങ്കിൽ 2 ഡസൻ സൂചി ഒരുമിച്ച് കുത്തുന്ന പോലെ ഒരു പെയിൻ. അങ്ങനെയാണ് ഊവിന് തോന്നിയത്. അയാൾ നെഞ്ചിൽ അമർത്തി പിടിക്കുമ്പോൾ അയാളുടെ നെഞ്ചിലേക്ക് കുത്തപ്പെടുന്ന സൂചികളുടെ എണ്ണം കൂടുന്ന പോലൊരു ഫീല് ഊവിന് അനുഭവപ്പെട്ടു. പെട്ടെന്ന് ഡ്രൈവറോട് പറഞ്ഞു, തിരിച്ചു പോ. കേൾക്കേണ്ട താമസം അവൻ അതിവേഗം മിഡിൽ സിറ്റിയിലേക്ക് മടങ്ങിയെത്തിയ ഊവിനെ കൊണ്ട് ഡ്രൈവർ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട ഊവിനെ ഡോക്ടേഴ്സ് പരിശോധിച്ചു. ഊവിന്റെ എല്ലാ ബോഡി കണ്ടീഷൻസും പരിശോധനയ്ക്ക് വിധേയമാക്കിയ ഡോക്ടേഴ്സ് ഊവിനോട് തീർത്തു പറഞ്ഞു, നിങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, എല്ലാം നോർമലാണ്. പ്രഷർ നോർമലാണ്, ഹാർട്ട് റേറ്റ് നോർമലാണ്, എവറിത്തിങ് ഇസ് നോർമൽ. അങ്ങനെ ഡോക്ടേഴ്സ് പറയുമ്പോഴും സഹിക്കാൻ പറ്റാത്ത വേദനയിൽ പുളയുന്നത് ഡോക്ടേഴ്സിനും കാണാൻ പറ്റുന്നുണ്ട്. നെഞ്ച് അമർത്തി പിടിച്ചിരിക്കുന്ന പെട്ടെന്ന് കൂടെ നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു, നമുക്ക് ബ്ലാക്ക് കുടുംബത്തിലേക്ക് പോവാം. ബ്ലാക്ക് കുടുംബത്തിന്റെ വസതിയിലേക്ക് പോകാമെന്ന് അങ്കിൾ പറഞ്ഞതും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങിച്ച അവർ ഊവിനെയും കൊണ്ട് നേരെ എമിലിയുടെ വസതിയിലേക്ക് തിരിച്ചു. ഇതേ സമയത്ത് എമിലിയും എമിലിയുടെ സെക്രട്ടറിയും ആ വിഷയം തന്നെയാണ് സംസാരിക്കുന്നത്. മിസ് ബ്ലാക്ക്, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, എന്നോട് ദേഷ്യപ്പെടില്ലല്ലോ? ഇല്ല, പറഞ്ഞു. മിസ് ബ്ലാക്ക്, എന്തിനാ ഈ മാർക്കിനെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നത്? അതിനുവേണ്ടിയുള്ള എന്ത് കപ്പാസിറ്റിയാണ് അയാൾക്ക് സത്യത്തിൽ ഉള്ളത്? അത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റാത്തതാണ് നിങ്ങളുടെ പ്രശ്നം. അല്ല, അതെന്തുമാവട്ടെ, ഈ അങ്കിൾ ഊവുമായി മാർക്കിനെ പിണക്കുന്നത് എന്തിനാണ്? അങ്കിൾ സത്യമായിട്ടും മാർക്കിനെതിരെ തിരിഞ്ഞാൽ അത് മാർക്കിന് ബുദ്ധിമുട്ടാവില്ലേ? അങ്ങനെയൊന്നുമല്ല. അങ്കിൾ എൻ്റെ റീഡിംഗ് അനുസരിച്ച് ഇവിടെ എത്താനുള്ള സമയമായി. മിസ് എമിലി എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അങ്കിൾ ഇവിടെ എത്തും. അങ്ങനെ എമിലി പറയുമ്പോഴേക്കും ഒരു കാറ് വന്നു ശബ്ദം സെക്രട്ടറിയും എമിലിയും ഒരുപോലെ കേട്ടു. അടുത്ത നിമിഷത്തിൽ കാറിനകത്തുനിന്ന് പുറത്തിറങ്ങിയ അങ്കിൾ അകത്തേക്ക് വന്നു. അകത്തേക്ക് വരുന്ന അയാൾ ഒരു കൈ കൊണ്ട് അയാളുടെ നെഞ്ചിലിങ്ങനെ അമർത്തി പിടിച്ചിട്ടുണ്ട്. എമിലി മാർക്കിനെ വിളിക്ക്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അങ്കിൾ അകത്തേക്ക് വരുന്നത്. അങ്കിൾ ഊവിനെ കണ്ടപ്പോ എമിലി ഒന്ന് ചിരിച്ചു. എന്താ അങ്കിൾ? എമിലി, ഞാൻ പറഞ്ഞു കേട്ടില്ലേ, മാർക്കിനെ വിളിക്ക്. നോക്ക് അങ്കിൾ, അത് ശരിയല്ലല്ലോ. എമിലി എന്താ പറഞ്ഞ? നോക്ക്, അങ്കിളിനല്ലേ ഇപ്പോൾ സുഖമില്ലാത്തത്. അങ്കിള് മാർക്കിന്റെ അടുത്തേക്ക് ചെല്ലുകയല്ലേ വേണ്ടത്, മാർക്കിനെ വിളിച്ചു വരുത്തുകയല്ലല്ലോ വേണ്ടത്. അങ്ങനെ എമിലി പറഞ്ഞതും അങ്കിൾ എമിലിയോട് പറഞ്ഞു, ഓക്കെ, നമുക്കെങ്കിൽ മാർക്കിന്റെ അടുത്തേക്ക് പോവാം. അടുത്ത നിമിഷം അവർ രണ്ടുപേരും അവരവരുടെ കാറുകളിൽ ഡ്രാഗൺ പാരഡൈസിലേക്ക് തിരിച്ചു.
അവര് ഡ്രാഗൺ പാരഡൈസിലുള്ള മാർക്കിന്റെ വസതിയിലെത്തുമ്പോൾ അവിടെ വീട് പൂട്ടിയിട്ടിരിക്കുകയാണ്. പൂമുഖത്ത് അനവധി കസേരകളുണ്ട്. ആ കസേരകളിലേക്ക് അങ്കിൾ ഊവും എമിലിയും അങ്കിൾ ഊവിനൊപ്പം എത്തിയ ആളുകളൊക്കെ ഇരുന്നു. ശരിക്കും ഒരു ടെൻഷൻ അവിടെ ഉണ്ട്. അങ്കിൾ ഊ എമിലിയോട് ചോദിച്ചു, അല്ല എമിലി, ഈ മാർക്ക് എവിടെ പോയി കാണും? എനിക്കെങ്ങനെ അറിയാം? അങ്ങനെ എമിലി പറഞ്ഞതും അങ്കിൾ ഊ എമിലിയോട് പറഞ്ഞു, എമിലി മാർക്കിനെ ഒന്ന് വിളിക്ക്. ഉടനെ തന്നെ എമിലി മാർക്കിനെ ഫോണിൽ വിളിച്ചു. എമിലി മാർക്കിനെ ഫോണിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഒരു സന്ദേശമാണ് മറുപടിയായി കിട്ടുന്നത്. ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആണ്. മാർക്കിന്റെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആണെന്ന് കേട്ടപ്പോൾ ശരിക്കും ഒരു ടെൻഷൻ ഊവിനുണ്ടാവുകയാണ്. ഊവിനൊപ്പം ആളുകളുടെയും ടെൻഷൻ കൂടിക്കൂടി ദേഷ്യമായി മാറുകയാണ്. ദേഷ്യത്തോടെ ഊവിന്റെ ശിഷ്യന്മാർ ഉറക്കെ പറയുന്നുണ്ട്, ഷേ അവരെന്തായി കാണിക്കുന്നത്? അത് കേട്ടപ്പോ എമിലി ചിരിച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, നോക്ക്, നിങ്ങളിങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? മാർക്ക് നേരത്തെ തന്നെ അങ്കിളോട് പറഞ്ഞതല്ലേ ഹോസ്പിറ്റലിൽ കാണിച്ച് ഒന്ന് ചെക്കപ്പ് ചെയ്യണമെന്ന്. സമയം മുന്നോട്ട് പോകുന്തോറും ഊവിന്റെ വേദന കൂടിക്കൂടി വരികയാണ്. പക്ഷെ അവിടെ നിന്ന് എണീറ്റ് പോയാൽ ശരിയാകില്ല എന്നൊരു ഫീല് ഊവിനുണ്ട്. ഊവ് നേരത്തെ അഡ്മിറ്റ് ചെയ്യപ്പെട്ട ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് പഠിച്ച പണി 18 നോക്കിയിട്ടും അയാളുടെ രോഗം കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിൽ അർത്ഥമില്ല എന്ന് ഒരു ധാരണ ഊവിനുണ്ട്. ഊവും എമിലിയും അങ്ങനെ കാത്തിരിക്കുമ്പോൾ സമയം അതിവേഗം കടന്നുപോയി. നേരം നന്നായി വെളുത്തപ്പോഴാണ് മാർക്ക് വീട്ടിലേക്ക് മടങ്ങി വരുന്നത്. മാർക്കിനെ കണ്ടതും ഊവിന്റെ ശിഷ്യന്മാർ മാർക്കിനോട് തട്ടിക്കേറി, ഏയ് നിങ്ങൾ എവിടെ പോയി കിടക്കായിരുന്നു? പെട്ടെന്ന് തന്റെ വീടിന്റെ പൂമുഖത്തിരിക്കുന്ന ഒരാളുടെ ആ ചോദ്യം കേട്ടപ്പോൾ മാർക്ക് അറിയാതെ ഊവിനെയും എമിലേക്ക് നോക്കി പോവുകയാണ്. എമിലിയുടെ മുഖത്ത് ഒരു പുഞ്ചിരിയുണ്ട്. മിസ് എമിലി, നിങ്ങൾ എപ്പോഴാണ് എത്തിയ? ഏയ് ഞാൻ അങ്കിൾ ഊവിനോടൊപ്പം വന്നതാണ്. അങ്ങനെ എമിലി മറുപടി പറഞ്ഞതും അങ്കിൾ ഊ മാർക്കിനോട് പറഞ്ഞു, ഏയ് എനിക്ക് വേഗം മരുന്ന് തരാനോ? എന്ത് മരുന്ന്? ഏയ് മാർക്ക്, കളിക്കാതെ എനിക്ക് മരുന്ന്. അങ്കിൾ എന്തായി പറയുന്നത്? ഞാൻ അങ്കിളിനോട് പറഞ്ഞത് ഹോസ്പിറ്റലിൽ കാണിക്കാനല്ലേ. അങ്കിൾ അതിന് പകരം എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? മാർക്ക്, നിന്റെ തമാശ കേൾക്കാനല്ല ഞാനിവിടെ വന്നത്. എത്രയും പെട്ടെന്ന് എനിക്ക് മരുന്ന് വേണം. അങ്ങനെ അങ്കിൾ ഊ പറഞ്ഞതും മാർക്ക് അയാളോട് പറഞ്ഞു, അങ്കിൾ നോക്ക്, നിങ്ങൾക്ക് മരുന്ന് തരാമെന്ന് ഞാൻ ഒരിക്കലും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അങ്കിൾ ഊവിനോട് മാർക്ക് അങ്ങനെ പറഞ്ഞതും അങ്കിൾ ഊവിന്റെ ബോഡി ഗാർഡായ ആ മനുഷ്യൻ മാർക്കിന് മുന്നിലേക്ക് ഓടി വന്നു. ഏയ് ധിക്കാരം പറയുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഓടി വന്ന അയാൾ മാർക്കിനെ തലാനായി കൈ ഉയർത്തിയതും മാർക്ക് കൈ നിവർത്തി ഒരു ഒറ്റ ഇടി. ആ ഇടിയേറ്റ അയാൾ അങ്കിൾ ഊവിന്റെ കൺമുന്നിലൂടെ തെറിച്ച് ആ പൂമുഖത്തിന്റെ അപ്പുറത്ത് വീടിന് പുറത്തുള്ള മണ്ണിലേക്ക് വന്ന് വീണു. ശരിക്കും അയാൾ പറന്നുപോയി വീഴുകയായിരുന്നു. അമ്പരപ്പിക്കുന്ന വേഗതയിലാണ് ആ മനുഷ്യൻ പറന്നു പോയത്. ആ കാഴ്ച എവരെയും ശരിക്കും ഒന്ന് അമ്പരപ്പിച്ചു. ശരിക്കും ദേഷ്യത്തോടെ മാർക്ക് അങ്കിൾ ഊവിനോട് പറഞ്ഞു, അങ്കിൾ, ഞാൻ അങ്കിളിനെ അങ്കിൾ എന്ന് വിളിക്കുന്നത് എമിലി അങ്ങനെ വിളിക്കുന്നത് കണ്ടിട്ടാണ്. എനിക്ക് താങ്കളോട് വേറെ ഒരു തരത്തിലുമുള്ള അടുപ്പവുമില്ല. അതുകൊണ്ട് തന്നെ ഭീഷണി എൻ്റെ അടുത്ത് വേണ്ട. അങ്ങനെ മാർക്ക് പറഞ്ഞതും എമിലി എണീറ്റു. എമിലി അങ്കിൾ ഊവിനോട് പറഞ്ഞു, അങ്കിൾ, ഈ വിഷയത്തിൽ ഞാൻ പങ്കാളിയല്ല. മാർക്കിനെ കാണിച്ചു തരണമെന്ന് അങ്കിൾ പറഞ്ഞു, ഞാനിതാ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ തമ്മിലായിക്കോ. അങ്ങനെ പറഞ്ഞിട്ട് എമിലി പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അവിടെ കാറിലേക്ക് കയറി കാറിന് ഓടിച്ചു പോവുകയാണ്. അങ്കിൾ ഊവിന് എന്തെങ്കിലും മറുപടി പറയാൻ കഴിയും മുമ്പ് എമിലി വണ്ടി ഓടിച്ചു പോയി കഴിഞ്ഞു. ശരിക്കും അങ്കിൾ ഊവും ഇടിയേറ്റ് താഴെ വീണ ആളും അയാളുടെ ഡ്രൈവറും വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ മാർക്കിനെ തന്നെ നോക്കുമ്പോൾ മാർക്ക് വാതിൽ തുറന്ന് അകത്ത് കയറി. അയാൾ വാതിൽ വേഗം അടക്കുകയാണ്. വാതിലിന് പുറത്ത് അങ്കിൾ ഊവും ഇടിയേറ്റ ആ വ്യക്തിയും ഡ്രൈവറും മാത്രമുണ്ട്. ഈ സമയത്ത് റിച്ചാർഡ് ഊ എന്ന ആ അങ്കിൾ ഊവിന്റെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന വേദന കൂടിക്കൂടി വരികയാണ്. അങ്കിൾ ഊവിനും അയാളുടെ ആ ഇടിയേറ്റ ശിഷ്യനും ഡ്രൈവർക്കും ഒക്കെ ശരിക്കും ദേഷ്യമുണ്ട്. പക്ഷേ അവർക്ക് അവിടെ നിന്ന് പോകാൻ പറ്റാത്ത സാഹചര്യവുമാണ്. സെക്കൻഡുകളും മിനിറ്റുകളും അതിവേഗം പാസ് ചെയ്ത് പോവുകയാണ്. ശരിക്കും അങ്കിൾ ഊവിന്റെ വേദന അങ്ങനെ കൂടിക്കൂടി വരികയാണ്. അങ്കിൾ ഊ വാതിൽ തട്ടി വിളിക്കുകയാണ്, മിസ്റ്റർ മാർക്ക്, ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം, ദയവായി എന്നോട് ക്ഷമിക്കണമെന്ന് ആവർത്തിച്ച് അയാൾ അങ്ങനെ പറഞ്ഞതും പെട്ടെന്ന് വാതിൽ തുറക്കപ്പെട്ടു. വാതിൽ തുറന്ന മാർക്ക് ഒരു ഗുളിക ഊവിന് നേരെ എറിഞ്ഞു കൊടുക്കുകയാണ്. ആ ഗുളിക പറന്നു വന്ന് ഊവിന്റെ കയ്യിലേക്ക് വീണു. ശരിക്കും ഒറ്റ നോട്ടത്തിൽ ആട്ടിൻ കാഷ്ടമാണെന്ന് ആരും പറഞ്ഞു പോകുന്ന ശൈലിയിലുള്ള ഒരു ഗുളികയാണ് ഇപ്പോൾ ഊവിന്റെ കയ്യിലേക്ക് വീണത്. ഒരു വൃത്തിയുമില്ലാത്ത ഗുളിക. ആ ഗുളിക ഊവിന്റെ കയ്യിൽ
എത്തിയതും മാർക്ക് ഊവിനോട് പറഞ്ഞു ആ ഗുളിക കഴിച്ചാൽ മതി. അങ്ങനെ പറഞ്ഞിട്ട് മാർക്ക് വാതിലങ്ങ് അടച്ചു. തന്റെ കയ്യിലിരിക്കുന്ന ഗുളിയിലേക്കും അടഞ്ഞ വാതിലിലേക്കും അമ്പരപ്പോട് നോക്കുകയാണ്. ആ ഗുളിക കഴിക്കണമോ വേണ്ടയോ എന്നൊരു സംശയം അയക്കൊണ്ട്. അത് കണ്ടതും ആ ഇഡിയറ്റ് ശിഷ്യൻ ഊവിനോട് പറഞ്ഞു, അങ്കിൾ, ഇത് അങ്കിളിനെ ചതിക്കാനുള്ള പരിപാടിയാണ്, നമുക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോവാം. അങ്ങനെ ആ ശിഷ്യൻ പറഞ്ഞതും ആ ഗുളിയിലേക്ക് ഒന്ന് നോക്കിയിട്ട് ആ ഗുളി അങ്ങ് വായിലേക്ക് ഇട്ടു. ശരിക്കും അയാൾക്ക് വല്ലാത്ത വേദന അനുഭവപ്പെടുന്നതുകൊണ്ടാണ് അയാൾ രണ്ട് കൽപ്പിച്ച് ആ ഗുളിക അങ്ങ് വിഴുങ്ങിയത്. ആ ഗുളിക അയാൾ വിഴുങ്ങി കൃത്യം 1 മിനിറ്റ് കഴിഞ്ഞതും അകത്തുനിന്ന് ഒരു ശബ്ദം കേട്ടു, അങ്കിൾ, അടുത്ത 1 മണിക്കൂറിനുള്ളിൽ അങ്കിളുടെ വേദന പൂർണ്ണമായും മാറും. പക്ഷേ അങ്കിള് ചില കാര്യങ്ങൾ റെഗുലറായി ചെയ്യണം. ആ കാര്യം ഞാൻ അങ്കിളിനെ യഥാവിധം അറിയിക്കാം. അങ്ങനെ പറയുന്ന ശബ്ദമാണ് അകത്തുനിന്ന് കേട്ടത്. 1 മണിക്കൂറിനകത്ത് തന്റെ വേദന പൂർണ്ണമായും മാറുമെന്നാണ് അകത്തെ ശബ്ദം പറയുന്നത്. അത് കേട്ടപ്പോൾ അങ്കിളിന് ഒരു ആശ്വാസമുണ്ടെങ്കിലും അങ്കിളുടെ ശിഷ്യൻ അങ്കിളിനോട് പറഞ്ഞു, അങ്കിൾ, 1 മണിക്കൂർ ശരിക്കും നിർണായകമായ സമയമാണ്. അങ്കിൾ, നമ്മളിവിടെ നിൽക്കണോ? അങ്ങനെ ആ ശിഷ്യൻ ചോദിച്ചതും അങ്കിൾ എന്ന റിച്ചാർഡ് വൂ അവിടെ നിന്ന് എണീറ്റു. അയാൾ ആ വീടിന്റെ വാതിൽക്കിലേക്ക് നോക്കിയിട്ട് സാവധാനം പതുക്കെ നടന്ന് പടിക്കെട്ടിൽ ഇറങ്ങി തുടങ്ങി. ആൾ പടിക്കെട്ട് ഇറങ്ങി തുടങ്ങുമ്പോൾ അകത്തുനിന്ന് പിന്നെ ഒരു ശബ്ദം കേട്ടു, അങ്കിൾ, 5 മിനിറ്റ് കഴിയുമ്പോഴേ ശരിക്കും നിങ്ങളുടെ പെയിൻ മാറും. 1 മണിക്കൂർ കഴിയുമ്പോൾ പൂർണ്ണമായും നിങ്ങൾ ഭേദമാകും. പക്ഷെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഉടൻ നിങ്ങൾ മിസ് ബ്ലാക്കിനെ ഒന്ന് ബന്ധപ്പെടണം. അവർ നിങ്ങൾക്ക് ചില മരുന്നുകൾ സൂചിപ്പിക്കും. അത് കൃത്യമായും അടുത്ത 1 മാസം കഴിക്കണം. വളരെ വ്യക്തമായ നിർദ്ദേശങ്ങളാണ് അടഞ്ഞ വാതിലിനുള്ളിൽ നിന്ന് കേൾക്കുന്നത്. പുറത്ത് അവർ സംസാരിക്കുന്നത്, ചിന്തിക്കുന്നത് അകത്ത് നിൽക്കുന്ന മാർക്കിന് മനസ്സിലാകുന്നുണ്ടെന്ന് ഒരു തോന്നൽ ആ നിമിഷത്തിലാണ് ഊവിന് തോന്നിയത്. അല്പനേരം ആ പൂമുഖപ്പടി തന്നെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അയാള് വാച്ചിലേക്ക് നോക്കി. അയാള് ഗുളിക കഴിച്ചിട്ട് ഏകദേശം 2-3 മിനിറ്റായി. അയാൾ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു ആശ്വാസം അയാൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. ഏകദേശം 5 മിനിറ്റ് ആയപ്പോൾ ഊവിന് ആ കാര്യം മനസ്സിലായി. അയാളുടെ നെഞ്ചിൽ അയാൾക്ക് അനുഭവപ്പെട്ടിരുന്ന ആ ഭാരവും സൂചി കുത്തുമ്പോലുള്ള വേദനയും ഇപ്പൊ ഇല്ല. എന്നാൽ ചെറിയൊരു ഭാരം അയാളുടെ നെഞ്ചിൽ അപ്പോഴും ഉണ്ട്. ആ ഭാരം ഏകദേശം 1 മണിക്കൂറോളം കാണുമെന്നാണ് അങ്കിൾ ഊവിനോട് മാർക്ക് പറഞ്ഞിരിക്കുന്നത്. ആ സൂചി കുത്തൽ ഇല്ലാതായപ്പോൾ തന്നെ മാർക്കിന്റെ കപ്പാസിറ്റിയിൽ ഊവിന് ശരിക്കും വിശ്വാസം വന്നു തുടങ്ങിയിരിക്കുകയാണ്. അയാളുടെ കാറിലേക്ക് കയറി. കാറ് മുന്നോട്ട് നീങ്ങി തുടങ്ങിയതും വാഹനം ഓടിക്കുന്ന ആളോട് പറഞ്ഞു, നേരെ ചിൽ ടൗണിലേക്ക് പോട്ട്. മിഡിൽ സിറ്റിയിൽ നിന്ന് ചിൽ ടൗണിലേക്ക് പോകാനായി പറഞ്ഞപ്പോ ആ ശിഷ്യൻ ഊവിനോട് ചോദിച്ചു, സർ, ആ ഷൈൻ വിചാരിച്ചാൽ ഇവനെ ശരിയാക്കാവുന്നതേ ഉള്ളൂ. ഷൈൻ തോംസൺ എന്ന ഊവിന്റെ സുഹൃത്തിന്റെ മകൻ വിചാരിച്ചാൽ മാർക്കിനെ സിമ്പിളായി ഇല്ലാതാക്കാൻ പറ്റുമെന്ന് ആ ശിഷ്യൻ പറഞ്ഞതും ആ ശിഷ്യനോട് പറഞ്ഞു, നോക്ക്, ഈ നിമിഷം മുതൽ നമ്മൾ പൂർണ്ണമായും ന്യൂട്രലാവുകയാണ്. ഷൈൻ തോംസനെ ഇനി മുതൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ല. മാർക്കുമായിട്ടുള്ള ഷൈൻ തോമസിന്റെ ഇടപെടൽ നമ്മൾ ഈ നിമിഷം മുതൽ ന്യൂട്രലാവുകയാണ്. അങ്ങനെ പറയുമ്പോൾ അങ്കിൾ എന്ന് വിളിക്കപ്പെടുന്ന റിച്ചാർഡ് ഊവിന്റെ മുഖത്ത് ശരിക്കും വ്യക്തമായ ഒരു തീരുമാനമുണ്ട്. ഇതുവരെ ഷോൺ തോംസനെ കൊണ്ട് എമിലി ബ്ലാക്കിനെ വിവാഹം കഴിപ്പിക്കുന്നതിനെ കുറിച്ച് മാത്രമാണ് അങ്കിൾ ആലോചിച്ചുകൊണ്ടിരുന്നത്. ആ ഒരൊറ്റ കാരണത്താലാണ് അയാൾ മാർക്കിനെ എതിർത്തിരുന്നത്. പക്ഷെ മാർക്ക് അയാൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അയാളുടെ അസുഖം പ്രവചിക്കുകയും ആ അസുഖം മാറാനുള്ള മരുന്ന് കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ഒരു കഴിവുമില്ലാത്ത ആളാണെന്ന് താൻ കരുതിയ മാർക്ക് അങ്ങനെയുള്ള ആളല്ല എന്നൊരു തോന്നൽ ഊവിന് ആദ്യമായി ഉണ്ടാവുകയാണ്. ഊവിന്റെ വാഹനം ചിൽ ടൗണിലേക്ക് നീങ്ങി തുടങ്ങി. കഥയുടെ ഈ ഭാഗം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ എം ലൈഫിൽ നിന്ന് ഹാഫ് ബ്ലഡ് ആൽക്കമിസ്റ്റിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുക. താങ്ക് യു.